ഐതിഹാസികമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തവരുടെ മണ്ണാണിത്. അതോടൊപ്പം തന്നെ വാര്യംകുന്നത്തിനെ പിടികൂടാൻ ഉപകരണമായി പ്രവർത്തിച്ച ചതി കാണിച്ച ആളുടെ മണ്ണും കൂടിയാണിത്. ഇപ്പൊ നമ്മളും ഒരു ചതിക്കിരയായാണ് ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. അതില് ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടുന്നൊരു മുന്നണിയല്ല LDF. തികഞ്ഞ ആത്മവിശ്വാസത്തോടെ വിജയപ്രതീക്ഷയോടെ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് LDFന് കഴിയുക. എല്ലാവരോടും ഹൃദയം തുറന്ന നന്ദിയും നിങ്ങളോടുള്ള കടപ്പാടും നിങ്ങളോടുള്ള ബഹുമാനവും നിങ്ങളോടുള്ള ആദരവും അറിയിച്ചുകൊണ്ട് കേരളത്തിൽ നാളെ ഞങ്ങൾ ഈ പറയുന്ന നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതവും ആശീർവാദവും തേടുകയാണ്. പോലീസിലെ RSS ഇസത്തിൽ തുടങ്ങി പിണറായിസത്തിലൂടെ മരുമോനിസത്തിലൂടെ പിന്നെ സദേശത്തിലൂടെയും ഹിറ്റ്ലറിസത്തിലൂടെയും ഒക്കെ ഒരു ഡസൻ ഇസങ്ങളിലൂടെ PV അൻവർ ഒടുവിൽ മത്സരരംഗത്താണ്. വിളിച്ച മുദ്രാവാക്യങ്ങൾ മറന്ന അവനവനിസം എന്ന് പറയുന്നവരുണ്ട്. നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെങ്കിലും അൻവർ ആ പത്രിക പിൻവലിക്കില്ലെന്ന് ഉറപ്പുണ്ടോ? അത് പിൻവലിക്കാതെ അൻവർ മത്സരരംഗത്താണെങ്കിൽ നിലമ്പൂര് കാണാൻ പോകുന്ന അതിശക്തമായ ചതുഷ്കോണ പോരാട്ടമാണ്. ഡെറക് ഒബ്രിയാൻ, മഹുവ മൊയ്ത്ര, ചിലപ്പോൾ മമതാ ബാനർജി ഒക്കെ പോരാട്ട മുഖത്തേക്ക് പ്രചാരണത്തിനെത്തുന്നുവെങ്കിൽ നിലമ്പൂര് കാണാൻ പോകുന്നു ഹൈ വോൾട്ടേജ് ഹൈ പ്രൊഫൈൽ ഇലക്ഷൻ ദിവസങ്ങൾ. അതിനിടയിൽ അൻവറിനെ അന്വയിപ്പിക്കാൻ പാതിരാത്രി പോയ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പരസ്യമായി തള്ളിപ്പറയേണ്ടി വരുന്നുണ്ട് പ്രതിപക്ഷ നേതാവിന്. പുറത്ത് പ്രശ്നമില്ലെന്ന് പറയുമ്പോഴും അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ UDFന് ആശങ്കയുണ്ടോ? ജയിക്കില്ലെങ്കിലും ആരെ തോൽപ്പിക്കാനാണ് അൻവറിന്റെ പുല്ലും പൂവുമായി അംഗം കുറിക്കൽ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. ശ്രീ രാജു പി നായർ, അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ശ്രീ VP ശ്രീനാഭൻ, ശ്രീ EA സുഗു എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ഞാൻ EA സുഗുവിലേക്ക്. EA സുഗു, ഇന്നലെ പോട്ടെ അൻവറിന്റെ മുൻകാല വർത്തമാനങ്ങൾ അങ്ങ് മറക്കാമെന്ന് വെച്ചാലും ഇന്നലെ സ്ഥാനാർത്ഥിയാവാനില്ല അല്ലെങ്കിൽ ഇന്നലെ മത്സര രംഗത്തില്ല എന്ന് പറഞ്ഞ അൻവർ ഇന്ന് മത്സരരംഗത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ അൻവറിനൊപ്പം തുടക്കം മുതലുള്ള ശ്രീ EA സുഗുവിനെങ്കിലും ഉറപ്പുണ്ടോ ആ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കപ്പെടില്ല എന്ന്? ശ്രീ സുഗു. ഹാഷ്മി, ഈ തെരഞ്ഞെടുപ്പിൽ PV അൻവർ മത്സരരംഗത്തുണ്ടാവണം എന്നുള്ളത് ഈ കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെയും ആവശ്യമായിരുന്നു. ആ ആവശ്യം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ പല പ്രാവശ്യം അദ്ദേഹത്തെ അത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ചില പ്രായോഗിക തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും അത് അദ്ദേഹം ഇന്നലെ പറഞ്ഞല്ലോ. പക്ഷേ അത് പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിലൊട്ടാകെയുള്ള തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ ഏറ്റെടുക്കാൻ വേണ്ടി പോവുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പാർട്ടിയുടെ ദേശീയ നേതൃത്വം ഈ തെരഞ്ഞെടുപ്പിനാവശ്യമായിട്ടുള്ള പ്രചരണ സാമഗ്രികൾ, മെറ്റീരിയൽസുകൾ എല്ലാം സപ്ലൈ ചെയ്തു കൊള്ളാമെന്നുള്ള ഉറപ്പിന്മേലാണ് PV അൻവർ സ്ഥാനാർത്ഥിയായി രംഗപ്രവേശം ചെയ്യാൻ പോകുന്നത്. പിന്നെ എന്തിനാ പിൻവലിക്കുന്ന പ്രശ്നമുള്ളത്? ഞാൻ ചോദിക്കുന്നത് EA സുഗുവിന് നമുക്ക് പിന്നെയും ഇരിക്കേണ്ടവരാണ്, നമുക്ക് പിന്നെ ഇതൊക്കെയും കേരളം കേൾക്കുന്നതുമാണ്. EA സുഗുവിന് ഉറപ്പുണ്ടോ PV അൻവർ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കില്ല? ഇവിടെ ഡെറക് ഒബ്രിയാൻ, മമതാ ബാനർജി, ആരാണ് മഹുവ മൊയ്ത്ര അടക്കമുള്ളവർ അൻവറിന് വേണ്ടി വോട്ട് ചോദിക്കാൻ എത്തും. അൻവർ അവസാനം വരെ മത്സരരംഗത്തുണ്ടാകും എന്ന് ഉറപ്പുണ്ടോ സുഗുവിന്? തീർച്ചയായും നിലമ്പൂരിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള സന്നദ്ധതയോട് കൂടിയിട്ടാണ് നാളെ ശ്രീ PV അൻവർ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാലോ, ഞങ്ങൾ തൃണമൂൽ കോൺഗ്രസ് ഈ കേരളത്തിൽ UDFൻ്റെ ഭാഗമാകണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച ഒരു പാർട്ടിയാണ്. പക്ഷേ ഇന്ന് അതിനുള്ള എല്ലാ സാധ്യതകളും അംഗീകരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുകയല്ലാതെ ഞങ്ങൾക്ക് മറ്റു പോംവഴികളൊന്നുമില്ലല്ലോ. അത് ആരുണ്ടാക്കിയ പ്രതിസന്ധിയാണ് EA സുഗു? അത് ശ്രീ PV അൻവർ ഉണ്ടാക്കിയ പ്രതിസന്ധിയാണ്. PV അൻവർ ഒരു മുദ്രാവാക്യം, പിണറായിസം എന്നൊരു മുദ്രാവാക്യം ഉണ്ടാക്കുന്നു, അവിടെ കലാപമുണ്ടാക്കി അദ്ദേഹം ആരും പറയാതെ അദ്ദേഹം ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ നെയ്യാറ്റിൻകരയിൽ അവിടെ രാജിവെച്ച് അവിടെ മത്സരം ഉണ്ടാകുമ്പോൾ അവിടെ പാർട്ടി മാറുകയായിരുന്നു സെൽവരാജ്. അവിടെ സാങ്കേതിക പ്രശ്നമുണ്ടായിരുന്നു. പണ്ട് സോണിയാഗാന്ധി അങ്ങനെ മത്സരിച്ചു, അപ്പോൾ അവിടെ ഇരട്ട പദവിയായിരുന്നു. അങ്ങനെ പല സാങ്കേതികത്വങ്ങളുണ്ട്. ഇവിടെ യാതൊരു സാങ്കേതികത്വവും ഇല്ലാതെ ഈ പറയുന്ന LDF സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ MLA ആയിക്കൊണ്ട് ആ പോരാട്ടം നയിക്കാമെന്നിരിക്കെ ആരും പറയാതെ PV അൻവർ രാജിവെക്കുന്നു.
മുദ്രാവാക്യം പിണറായിസമാണ്. പി വി അൻവർ രാജിവെച്ച അതേ തെരഞ്ഞെടുപ്പിൽ പി വി അൻവർ തന്നെ മത്സരിക്കാൻ പോകുന്നു. അതിന് കാരണം എന്താണ്? UDF-ലേക്ക് പ്രവേശനം കിട്ടുന്നില്ല. അപ്പോൾ ഈ അൻവർ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളിലൊക്കെ ആത്മാർത്ഥ എത്രത്തോളം ഉണ്ട് ശ്രീ എ സുഗു? അല്ല, നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇപ്പോൾ 2021 PV അൻവർ MLA ആയി വന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബാനറിലാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും CPM-ൻ്റെയും പ്രവർത്തകരുടെ കൂടി വോട്ട് കൊണ്ടാണ് ശ്രീ PV അൻവർ അന്ന് MLA ആയിട്ടുള്ളത്. ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ സ്വാഭാവികമായി നമുക്കറിയാലോ, പിന്നെ CPM-ൻ്റെ കൂടി പിന്തുണയോടുകൂടി MLA ആയി ഈ രണ്ടാം പിണറായി സർക്കാരിനെയും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിൻ്റെയും പ്രവർത്തനങ്ങളെ വിമർശിക്കണമെങ്കിൽ ആ MLA സ്ഥാനം രാജിവെച്ചുകൊണ്ടേ കഴിയുള്ളൂ. അതൊരു ധാർമ്മിക ഉത്തരവാദിത്തമാണ്, ഒരു രാഷ്ട്രീയ മാന്യതയാണ് അദ്ദേഹം കാണിച്ചിട്ടുള്ളത്. അത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ PV അൻവർ രാജിവെച്ച മത്സരത്തിൽ PV അൻവർ തന്നെ മത്സരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നത് അൻവർ, നമ്മുടെ ഖജനാവിലെ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിന് വേണ്ടി ലക്ഷങ്ങൾ ചെലവാക്കാൻ അൻവറിന്റെ ഇമ്പൾസുകൾ കാരണമാകുന്നെങ്കിൽ ആ പോരാട്ടത്തിന്റെ പ്രസക്തി എന്താണ് ശ്രീ എ സുഗു? എന്നിട്ട് ഏറ്റവും ഒടുവിൽ കാരണം എന്താണ്? ഈ പറഞ്ഞ വ്യക്തിപരമായ കാരണമാണ്. ആ കാരണം എന്നെ അതാ UDF-ലേക്ക് എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് അൻവർ തന്നെ മത്സരിക്കുമ്പോഴേക്കും അൻവറിന്റെ ഈ പറഞ്ഞ പിണറായി സേനയുടെ പോരാട്ടത്തിൽ ആവേശം കൊണ്ടവരുടെ ആവേശത്തിന് എന്ത് പ്രസക്തി ശ്രീ എ സുഗു? അല്ല, UDF-ൽ എടുക്കുന്നില്ല, അതൊന്നും അല്ലല്ലോ പ്രശ്നം. അതാണ് പ്രശ്നം. രണ്ടാം പിണറായി സർക്കാരിന്റെ ജനദ്രോഹ പ്രവർത്തനങ്ങൾ, അതൊന്നുമല്ല ഇപ്പൊ പ്രശ്നം. അതാണ് പ്രശ്നം. ഇപ്പോൾ UDF-ൽ എടുക്കുന്നില്ല എന്നുള്ളതാണ് അൻവറിന്റെ ഒറ്റ പ്രശ്നമാണ്. അൻവറിന്റെ യുദ്ധം പിണറായിയോടല്ല, ഇപ്പം അൻവറിന്റെ യുദ്ധം സതീഷിനോടാണ് ഇപ്പൊ യുദ്ധം. അതെങ്ങനെ? അതൊക്കെ വന്യന്തരേന വന്ന കാര്യമാണല്ലോ ആശ്മി, നമുക്കറിയാവുന്ന കാര്യമല്ലേ. ഞങ്ങൾ ഈ പിണറായി സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള പോരാട്ടം തുടങ്ങിയ സമയത്ത് സമാനമായ ചിന്താഗതിയുമായി നമ്മൾ ഒന്നിച്ച് പോവേണ്ടവരാണെന്ന് പറഞ്ഞുകൊണ്ട് UDF-ൻ്റെ നേതാക്കളാണ് ഞങ്ങളെ സമീപിച്ചത്. അല്ലാതെ ഞങ്ങൾ UDF-ൻ്റെ നേതാക്കളടുത്തേക്ക് അങ്ങോട്ട് സമീപിച്ച് ഞങ്ങളെ കൂട്ടുമോ എന്നുള്ളത് ചോദിച്ചിട്ടല്ല. UDF-ൻ്റെ പല ഉത്തരവാദിത്തപ്പെട്ട പാർട്ടികളിൽപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ നമ്മൾ സമാന ചിന്താഗതിക്കാരാണ്. ഈ ഗവൺമെൻറ്റിനെ കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് യോജിച്ച് പോരാട്ടമാണ് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ സമീപിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ആ തരത്തിലുള്ള ഒരു ആലോചന തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. അല്ല ശ്രീ എ സുഗു, അങ്ങനെയാണെങ്കിൽ അൻവറിൻ്റെയും TMC-യുടെയും പ്രശ്നം എന്താണ്? പിണറായിസമാണ്. എന്നിട്ട് ഇപ്പോൾ അൻവർ മത്സരിക്കുന്ന എന്തിനാണ്? പിണറായിസത്തിനെതിരായ ഒരുപക്ഷെ കൺസോളിഡേറ്റ് ആവുന്ന വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തിൽ മത്സരിക്കുകയാണ്. അതെങ്ങനെയാണ് ശരിയാവുക? അല്ല, തെരഞ്ഞെടുപ്പിൽ വോട്ട് സ്പ്ലിറ്റ് ആവുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അതിൽ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. PV അൻവർ മത്സരിക്കുന്നത് ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ്. അത് ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നമാണ്. ആ പ്രശ്നത്തിന്, ആ മുദ്രാവാക്യത്തിന് നിലമ്പൂരിലെ ജനത ഞങ്ങളോടൊപ്പം നിൽക്കാൻ വേണ്ടി പോവുകയാണ്. അൻവറിനെ ജയിപ്പിക്കുമോ നിലമ്പൂരിലെ ജനത? അങ്ങനെയാണോ പ്രതീക്ഷ? തീർച്ചയായും. ശ്രീ രാജു പി നായർ, അൻവർ ജയിക്കുമെന്ന് അൻവർ പറയുന്നില്ലെങ്കിൽ കൂടിയും CA സുഗു എന്ന് പറഞ്ഞപ്പം ആദ്യം മുതലേ ഉള്ള ഒരു നേതാവാണ്, അല്ലാതെ ഇടയ്ക്ക് കയറി വന്ന ആളല്ല. ജയിക്കുമെന്ന് TMC-ക്കും CA സുഗുവിനും ഉറപ്പുണ്ട്. ഇപ്പം മമതാ ബാനർജി ഒക്കെ പശ്ചിമ ബംഗാൾ നടക്കുന്ന ബൈ ഇലക്ഷനിൽ പോലും പോകാറില്ല എന്നാണ് കേൾവി. അപ്പോൾ അവരൊക്കെ ഇങ്ങോട്ടേക്ക് വരുമോ? അവിടെ മഹോമിത്ര, അവിടെ മറ്റൊരു തെരഞ്ഞെടുപ്പ് മുഖത്താണ്, അവരൊക്കെ വരുമോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. വന്നാൽ അൻവറിന് കൊള്ളാം. ശ്രീ രാജു പി നായർ, ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത താങ്കൾ ഒരുപക്ഷെ സമ്മതിച്ചു തരില്ലായിരിക്കും. ലീഗ് യോഗത്തിൽ ഉയർന്ന ചില വിമർശനങ്ങളെക്കുറിച്ചാണ്. അൻവറിനെ സഹകരിപ്പിക്കാം എന്നുള്ള പ്രഖ്യാപനം നടത്താതെ VD സതീശൻ നീട്ടിക്കൊണ്ടുപോയി. അൻവർ വിഷയം വഷളാക്കിയത് കോൺഗ്രസ് നേതൃത്വമാണ്. VD സതീശന് ധിക്കാരമാണ്. മുന്നണി മര്യാദ പാലിക്കുന്നില്ല. മുസ്ലിം ലീഗിനോട് അവഗണനയാണ്. ലീഗ് മധ്യസ്ഥത വഹിച്ചാൽ പ്രശ്നം തീരുമെന്ന സ്ഥിതി ഇല്ലാതെയാക്കി. KM ഷാജി പറയുന്നു, ഇങ്ങനെ പോയാൽ മാറി ചിന്തിക്കേണ്ടി വരും. ഇത് ഒരു PV അൻവർ നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പ് മുഖത്ത് PV അൻവർ ഫാക്ടറി അല്ല നിങ്ങൾ പറയുകയും നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുടെ ഗൗരവം എത്രത്തോളമാണ് രാജു പി നായർ? അല്ല, എനിക്ക് ഈ വാർത്തയുടെ ആധികാരികതയൊന്നും അറിയില്ല. ഇനിയിപ്പോൾ എന്താണെങ്കിലും ഒരു കാര്യമുണ്ട്, ഒരു UDF എന്ന് പറയുന്ന ഒരു മുന്നണി സംവിധാനത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഘടകകക്ഷികളായ രാഷ്ട്രീയ പാർട്ടികൾ ഔദ്യോഗികമായി പറയുന്ന കാര്യങ്ങൾക്കാണ് പ്രതികരണം ആവശ്യമുള്ളത്. അതല്ലാതെ മറ്റേതെങ്കിലും അവരുടെ ചർച്ചകൾക്കകത്തുണ്ടായിട്ടുണ്ടെങ്കിലോ അതല്ലാതെ ഒരു വാർത്തയുടെ പുറത്തോ ഒരു ഘടകകക്ഷിയുടെ വാർത്തയെ സംബന്ധിച്ച് പ്രതികരിക്കാൻ ആവില്ല. പാർട്ടിയിൽ മുസ്ലിം ലീഗ് ഔദ്യോഗികമായിട്ട് എന്തു പറയുന്നു എന്നുള്ളതാണ് പ്രസക്തം. എന്തായാലും ഈ നിമിഷം വരെ മുസ്ലിം ലീഗ് ഔദ്യോഗികമായിട്ട് അത്തരത്തിൽ പ്രതിപക്ഷ നേതാവിനെ തള്ളുന്ന രീതിയിലോ കോൺഗ്രസിൻ്റെ നിലപാടിനെ തള്ളുന്ന രീതിയിലോ ഒന്നും ഒരു പ്രതികരണവും നടത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, ഏകകണ്ഠമായിട്ട് ശ്രീ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ തീരുമാനത്തിനൊപ്പം നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്.
അപ്പം അത് സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യം ഇപ്പോഴുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഔദ്യോഗികമായി അത്തരത്തിൽ വിഭിന്നമായൊരു നിലപാട് വന്നാൽ അപ്പോൾ നമുക്ക് സംസാരിക്കാം. പിന്നെ അൻവറിനെ സംബന്ധിച്ച് നമുക്ക് നിലപാടുകളല്ലേ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ, നിലപാടില്ലായ്മ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ലല്ലോ. നിലപാടുകൾ വരുമ്പോൾ നമുക്കതിനകത്ത് ചർച്ച ചെയ്യാം. പക്ഷെ പ്രശ്നം അങ്ങ് TMCയുടെ പ്രതിനിധിയോട് ചോദിച്ച അത് പ്രശ്നം തന്നെയാണ്, നിലപാടില്ല. കാരണം നമുക്ക് വേണമെങ്കിൽ കാലാവസ്ഥാ വകുപ്പിൻ്റെ മഴയെ സംബന്ധിച്ചിട്ടുള്ള ഒരു മുന്നറിയിപ്പിനെ സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ പലപ്പോഴും മഴയുണ്ടെന്ന് പറയുമ്പോൾ മഴ ഇല്ലാതിരിക്കുന്ന സാഹചര്യമുണ്ട്, മഴ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ കോരിച്ചൊരിയുന്ന മഴ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ആ നിലപാട് ചർച്ച ചെയ്യുന്നതിനേക്കാൾ കുറേ കൂടി യുക്തിസഹമായിട്ടുള്ളത് കാലാവസ്ഥാ നിരീക്ഷണത്തിൻ്റെ ചർച്ച ചെയ്യുന്നതാണ്. കാരണം അപ്പോൾ നമ്മുടെ സംവിധാനങ്ങൾക്ക് പോരായ്മയുണ്ടോ എന്നുള്ളൊരു ചർച്ചയ്ക്കെങ്കിലും സ്കോപ്പുണ്ട്. ഇതിനൊരു സ്കോപ്പും ഇല്ലാത്തൊരു ചർച്ചയാണ്. അപ്പോൾ കൊണ്ടില്ല, ഇനിയിപ്പോൾ എന്തായാലും പത്രിക പിൻവലിക്കുന്ന സമയം വരെ കഴിയട്ടെ. അത് കഴിയുമ്പോൾ അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ടുണ്ടെങ്കിൽ അന്ന് അദ്ദേഹം കോൺഗ്രസിനെതിരെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ അതിനെ പ്രതികരിക്കാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അപക്വമായി പോകും. നമ്മളെയൊക്കെ നാളെ മണ്ടന്മാർ അന്നെന്ത് കടലേക്ക് എടുത്തിയാടി പ്രതികരിച്ചവർ എന്നൊക്കെ എന്തിനാണ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു MLA അൻവറിനെ കാണാൻ രാത്രി പോകേണ്ട കാര്യം എന്താണ്? ഈ പറയുന്നതൊക്കെ ആണെങ്കിൽ, നിങ്ങളുടെ ഉള്ളിലിരിപ്പി പറഞ്ഞൊക്കെ ആണെങ്കിൽ, അൻവറിനെ നിങ്ങൾ മൈൻഡേ ചെയ്യുന്നില്ല എങ്കിൽ, അൻവർ ഫാക്ടർ നിങ്ങൾ പരിഗണിക്കുന്നേ ഇല്ല എങ്കിൽ, അൻവർ നിൽക്കുന്ന നിങ്ങളുടെ ജയസാധ്യത ഏതെങ്കിലും തരത്തിൽ ബാധിക്കുകയില്ലെന്നുണ്ടെങ്കിൽ രാഹുൽ പോകേണ്ട കാര്യം എന്താണ് രാജീവ് പി നായർ? അല്ല, അത് വളരെ കൃത്യമായിട്ട് ഇന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വം മുഴുവൻ പറഞ്ഞല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ പോയത് പാർട്ടിയുടെ പ്രതിനിധിയായല്ല, ഏതെങ്കിലും ചുമതല ഏൽപ്പിച്ചതിന്റെ ഭാഗമല്ല, അദ്ദേഹം വ്യക്തിപരമായ സന്ദർശനം നടത്തിയാണെന്ന് രാഹുലും പറഞ്ഞു. അങ്ങനെ ഒരു സന്ദർശനം ശരിയല്ല എന്നുള്ളത് കോൺഗ്രസിന്റെ നേതൃത്വവും പറഞ്ഞു. അതാ വിഷ്വൽ പുറത്തു വരുമ്പോൾ പറയുന്നതല്ലേ? എന്തായിക്കോട്ടെ, അത് വാർത്ത വരുമ്പോൾ അല്ലെങ്കിൽ അത് അല്ലെ. നോക്കൂ, അസന്ദിഗ്ധമായിട്ട് പറഞ്ഞല്ലോ വാതിൽ അടച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ എന്തിനാ ചർച്ചയ്ക്ക് സ്കോപ്പ്? അവിടെ വാതിൽ അടച്ചിരിക്കുന്നു, ഇനി ഒരു നേതാവും അൻവറിനെ കണ്ട് ചർച്ച നടത്തേണ്ട കാര്യമില്ല എന്ന് ഖണ്ഡിതമായി പറഞ്ഞാൽ പിന്നെ അതല്ലേ പാർട്ടിയുടെ നിലപാട് ഹാഷ്മി? നമ്മളല്ലാതെ മറ്റൊരു ചർച്ച നടത്തുന്നതിൽ അർത്ഥമുണ്ടോ? അതില്ലല്ലോ. പാർട്ടി ഖണ്ഡിതമായി പറയുന്നു അൻവറിന് മുമ്പിലുള്ള വാതിൽ അടച്ചിരിക്കുന്നു. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ ഹാഷ്മി, ഒരു കാര്യം കൂടി പറയട്ടെ. ഇപ്പൊ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഉൾപ്പെടെ വരും എന്നുള്ളതൊക്കെ 10 മന്ത്രിമാർ വരും എന്നൊക്കെ പറയുന്നത്. എന്തായാലും സുരേഷ് ഗോപി മന്ത്രിയായപ്പോഴത്തേക്ക് MP ആയിക്കഴിഞ്ഞാൽ 5 കേന്ദ്രമന്ത്രിമാർ തന്റെ വെളിപ്പുറത്തുണ്ടാവും എന്ന് പറഞ്ഞ പോലെയാണ്. ഇരിക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ അൻവർ എന്താ തൃണമൂൽ കോൺഗ്രസിന്റെ ചിഹ്നം ആദ്യം ആവശ്യപ്പെടാഞ്ഞത്? കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ. തൃണമൂൽ കോൺഗ്രസ് എന്തായാലും സംസ്ഥാന കക്ഷിയായിട്ട് രജിസ്റ്റർ ചെയ്തൊരു പാർട്ടിയാണല്ലോ. സ്വാഭാവികമായിട്ടും രാജ്യത്ത് എവിടെ മത്സരിച്ചാലും അവർക്ക് ആദ്യം ആ ക്ലെയിം ചെയ്യാം. കിട്ടുകയോ കിട്ടാതിരിക്കുകയോ എന്നുള്ളത് മറ്റൊരു വിഷയം. ഈ എന്തോ പുല്ലും പൂവും എന്നുള്ള ചിഹ്നത്തിൽ അൻവർ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നത് എന്തിനാ? TMCയുടെ സ്ഥാനാർത്ഥിയല്ലേ? TMCയുടെ സ്ഥാനാർത്ഥി ആവുമ്പോൾ TMCയുടെ ഔദ്യോഗിക ചിഹ്നമല്ലേ ആദ്യം ക്ലെയിം ചെയ്തത്? അപ്പൊ TMC എന്ന് പറയുന്ന പാർട്ടിയുടെ പിന്തുണ പോലും ഇല്ല എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാവുമല്ലേ? അതിൽ നിന്ന് വ്യക്തമാവുകയാണ് അദ്ദേഹത്തിന് പാർട്ടിയുടെ പിന്തുണ പോലും ഇല്ല. അല്ല, TMCയുടെ ചിഹ്നം ആ പുല്ലും പൂവും. എന്തോ TMCയുടെ ചിഹ്നം ആ പുല്ലും പൂവും. അത് മലയാളത്തിൽ പറയുമ്പോൾ അത് മറ്റൊരു ചിഹ്നമല്ലേ? അതന്നെ അതെനിക്കറിയില്ല. TMCയുടെ ഔദ്യോഗിക ചിഹ്നമാണെന്ന് അല്ല വാർത്ത വന്ന പുല്ലും പൂവും എന്നാണ് പറഞ്ഞത്. ഞാൻ സത്യം ആലോചിച്ചത് ഏത് വിചാരിച്ചു പോയി. TMCയുടെ ആണെങ്കിൽ ഔദ്യോഗിക ചിഹ്നമാണെങ്കിൽ ഞാനത് പിൻവലിക്കുന്നു. ഞാൻ ആ പറഞ്ഞത് പിൻവലിക്കുന്നു. അല്ല, അത് പുല്ലും പൂവല്ല. TMCയുടെ ഔദ്യോഗിക ചിഹ്നം പുല്ലും പൂവെന്നല്ല അറിയപ്പെടുന്നത്. അങ്ങനെയാണ്. ഞാൻ പെട്ടെന്ന് ഇപ്പോൾ വാർത്ത ചർച്ചയ്ക്ക് കയറുന്നതിന് മുമ്പായിട്ടാണ് ഞാനത് ശ്രദ്ധിച്ചത്. അപ്പോൾ അങ്ങ് പറഞ്ഞപ്പോഴും പുല്ലും പൂവെന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് സംശയം ഉണ്ടായത്. അത് TMCയുടെ ഔദ്യോഗിക ചിഹ്നമാണെങ്കിൽ ഞാൻ പറഞ്ഞത് പിൻവലിക്കുന്നു. ഓക്കെ, അത് മലയാളിവൽക്കരിച്ചപ്പോൾ പുല്ലും പൂവെന്ന് പറഞ്ഞാണ്, അല്ലാതെ ഈ ചിഹ്നത്തെ എങ്ങനെയാണ് പറയുക? അതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ അങ്ങനെയൊക്കെ ശ്രീ അനിൽകുമാർ, അത് വലിയ പ്രശ്നമാണ്. ഈ ഹൗസ് ബോട്ടിന് വഞ്ചിപ്പുര എന്ന് പറയുന്ന പോലത്തെ പ്രശ്നമായതുകൊണ്ട് ഇനി ജനങ്ങളെ ഈ ചിഹ്നം എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ എനിക്ക് തന്നെ തെറ്റുപറ്റിപ്പോയി. അപ്പൊ പിന്നെ ജനങ്ങളെ ഇതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എന്നുള്ളൊരു പ്രശ്നം. ഓക്കെ, ഞാൻ രാജു പി നായർ. ശ്രീ കെ അനിൽകുമാർ, താങ്കൾ ഇന്ന് പറഞ്ഞാൽ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ദിവസങ്ങളിലൊക്കെ ഉണ്ടാവുന്ന ഈ പറയുന്ന കുറേ അധികം സംഘർഷഭരിതമായ ദിവസങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടതാണ്. ശ്രീ കെ അനിൽകുമാർ, നമ്മൾ പാലക്കാടും കണ്ടതാണ്. പാലക്കാടും താങ്കൾ ആദ്യം മുതൽ തന്നെ ഉണ്ട്. ശ്രീ കെ അനിൽകുമാർ, അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടേക്ക് സ്ഥാനാർത്ഥിയായി വരുമ്പോൾ തോൽപ്പിച്ചു എന്ന് ഉറപ്പിച്ചവരുണ്ട്. സരിൻ വാർത്താ സമ്മേളനം നടത്തി വലിയ പൊട്ടിത്തെറി പുറത്തേക്ക്. പിന്നീട് ഷാനി പോകുന്നു. ഈ ദിവസങ്ങളിൽ താങ്കളും അവിടെ ഉണ്ട്. ഷാഫിയുടെ വൺ ഷോ ആണ്. ആരും പ്രചരണത്തിൽ ഇറങ്ങുന്നതിലെ പ്രചരണം ഉണ്ടായി. എന്താണ് കെ മുരളീധരൻ ഇറങ്ങിയാലേ ജയിക്കാൻ പറ്റൂ എന്ന പ്രചരണം ഉണ്ടായി. രാഹുലിൻ്റെ പേരില്ലാത്ത DCC കത്ത് അവിടെ പുറത്തു വന്നു. രാഹുലിനെ തോൽപ്പിക്കാൻ കോൺഗ്രസിൽ പടയൊരുക്കം എന്ന് വാർത്ത വന്നു. എന്താണ് പാലക്കാട് ജയിക്കണമെങ്കിൽ അവിടുത്തെ പ്രദേശവാസി വേണം എന്ന വലിയ നറേറ്റീവ് ഉണ്ടായി. പിന്നെ പെട്ടി ചർച്ച ഒക്കെ നമ്മൾ കണ്ടു. ഒരുപാട് ചർച്ചയുണ്ടായി. ആ ചർച്ചകളൊക്കെയും UDF സ്ഥാനാർത്ഥിക്ക് എതിരുമായിരുന്നേ. ശാൽകുമാർ, പക്ഷേ ഏതെങ്കിലും തരത്തിൽ രാഹുലിൻ്റെ വിജയത്തെ അവിടെ ബാധിച്ചോ? ഞാൻ പറയുന്നത് എന്താണ്, UDF, LDF, BJP എന്നുള്ളതല്ല. നമ്മൾ ഈ ചാനൽ ചർച്ചയിൽ നടന്ന കാര്യങ്ങൾക്കപ്പുറം, രാഷ്ട്രീയക്കാർ പറയുന്ന ഈ പറഞ്ഞ നറേറ്റീവുകൾക്കപ്പുറം
അവിടുത്തെ ജനം LDF-നെ ജയിപ്പിക്കാൻ തീരുമാനം ജയിപ്പിക്കും, UDF-നെ ജയിപ്പിക്കാൻ തീരുമാനം ജയിപ്പിക്കും, BJP ജയിപ്പിക്കാൻ തീരുമാനം ജയിപ്പിക്കും. അത്രയും സിമ്പിളല്ലേ കാര്യങ്ങൾ ശ്രീ കെ അനിൽകുമാർ? പാലക്കാടെന്ന് നിലമ്പൂരിലേക്ക് എത്തുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു, തിരിച്ചറിവുകളുടെ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യം ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടൊരു വാക്കുണ്ട്, പിണറായിസം. പിണറായിസം എന്നത് ഒരു ശകാര പദമല്ല. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഉപേക്ഷിച്ചു പോയ ദേശീയപാത അതോറിറ്റിയെ തിരിച്ചു കൊണ്ടുവന്ന് കേരളത്തിൽ നിശ്ചിത കാലത്തിനകം ദേശീയപാത നിർമ്മാണം പൂർത്തിയാക്കാൻ സംസ്ഥാന സർക്കാർ മുൻകൈ എടുക്കുകയും അതിന് പണം നൽകുകയും ചെയ്യുന്നതിനെയാണ്, ആ സന്നദ്ധതയാണ് പിണറായിസം എന്ന് വിളിക്കുന്നത്. ഇവിടുത്തെ തീവ്രവാദികളുടെ ഇടപെടൽ മൂലം, ന്യൂനപക്ഷ തീവ്രവാദികളുടെ ഇടപെടൽ മൂലം നിർത്തിപ്പോയ ഗെയിൽ പൈപ്പ് ലൈൻ ചങ്കുവെട്ടിയിലെ ഇത് തുറക്കാൻ നേരമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തൻ്റെ ഇടപെടൽ പിണറായി വിജയൻ വരൂ എന്ന് വെല്ലുവിളിക്കുന്ന ഇസ്ലാം മതരാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവർക്ക് മുമ്പിൽ അത് നടപ്പാക്കാനുള്ള ധീരതയുടെ പേരാണ് പിണറായിസം. ഏറ്റവും അവസാനം ഞാൻ പറയാം, ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നുമായി 1600 രൂപ വെച്ച് 62 ലക്ഷം വീടുകളിൽ എത്തിക്കുന്ന ജനക്ഷേമത്തിൻ്റെ ഭാഗമായ പെൻഷൻ പദ്ധതിയുടെ പേരാണ് പിണറായിസം. ഞാനിപ്പോൾ ഇരിക്കുന്ന നിലമ്പൂർ മണ്ഡലത്തിലെ ഒരു പഞ്ചായത്ത്, ആ പഞ്ചായത്തിനകത്ത് അമരമ്പലം പഞ്ചായത്തിൽ 1000 വീടുകളാണ് ലൈഫ് മിഷനിൽ വെച്ചത്. കേരളത്തിൽ 5.25 ലക്ഷം 5.5 ലക്ഷം വീട് പണിയുമ്പോൾ 1000 വീട് ഈ പഞ്ചായത്തിൽ മാത്രമായി വെച്ചു. എല്ലാവർക്കും വീടുള്ളൊരു പഞ്ചായത്തായിട്ട് ഈ പഞ്ചായത്തിനെ മാറ്റുകയാണ് വരിക. ഈ പദ്ധതിയുടെ പേരാണ് പിണറായിസം. അടുത്ത നവംബർ 1-ാം തീയതി കേരളം ഇന്ത്യയിലല്ല ലോകത്ത് പട്ടിണിയില്ലാത്തൊരു നാടാണെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്ന പരിപാടിയുടെ പേരാണ് പിണറായിസം. അതുകൊണ്ട് അത് തുടരട്ടെ എന്ന് ജനങ്ങൾ തീരുമാനിക്കുന്നതാണ് വരാൻ പോകുന്ന രാഷ്ട്രീയം. രണ്ടാമത്, പിണറായി വിജയനെയും മുഖ്യമന്ത്രിയുടെയും പാർട്ടിയെയും കുടുംബത്തെയും ഒക്കെ ആക്ഷേപിക്കാൻ ഇറങ്ങി തിരിച്ച് എല്ലാവരും കുഴിയിലായി. സ്വയം കൃതനാർത്ഥം എന്ന് പറയും. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അൻവർ സ്വയം കുഴിച്ച കുഴിയാണ്. ഇല്ലാത്ത കാര്യങ്ങൾ പൊക്കിപ്പിടിച്ച് വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പിന്നിൽ നിന്ന് കുത്താൻ ഇറങ്ങി തിരിച്ചപ്പോൾ അൻവറിന് രൊക്കം കിട്ടി, വരമ്പത്ത് കിട്ടി കൂലി. അതുകൊണ്ട് അൻവർ കുഴിയിൽ വീണു. അൻവർ വീണതോടുകൂടി അൻവർ മാത്രമല്ല വീണത്, UDF വീണു. UDF വീണതിൻ്റെ വാർത്തകളാണ് ഇപ്പോൾ ഏറ്റവും അവസാനം കേട്ടത്. ആരൊക്കെയാണ് കുഴിയിൽ വീഴാത്തവർ? OLX-ൽ മാന്യൻ ഇട്ടു, സ്ഥാനാർത്ഥിയെ ആവശ്യമുണ്ട്. അപ്പം തന്നെ UDF-ൽ നിന്ന് ഒരാളെ പിടിക്കാൻ വേണ്ടി BJP ഇറങ്ങി. ഇവിടുത്തെ ഒരു DCC സെക്രട്ടറി ബീന, അഡ്വക്കേറ്റ് ബീന, അവരാണ് ചർച്ചയ്ക്ക് പോയത്. ഇപ്പം കിട്ടിയിരിക്കുന്ന ഒരാളെ പാട്ടത്തിനെടുത്തിരിക്കുന്ന കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ്, ഇവരുടെ കൺവെൻഷൻ പങ്കെടുത്ത ആളെ കൊണ്ട് BJP പോയി. ഇവരുടെ സ്ഥാനാർത്ഥിയുടെ മീറ്റിംഗ് പങ്കെടുത്ത ആളെ കൊണ്ട് BJP പോയിരിക്കുകയാണ്. ഇത്രേ ഉള്ളൂ കോൺഗ്രസ്. ഇന്ന് UDF-ൽ നിൽക്കുന്നവർ നാളെ BJP-യിൽ പൊന്തും. അപ്പോൾ BJP ഗണിയിൽ വീണു. എന്താ കാരണം? ഇവിടുത്തെ ഏറ്റവും കുറവ് വോട്ടുള്ള ഒരു മുന്നണിയാണ് അവർ. 4% വോട്ടേ ഉള്ളൂ. സ്ഥാനാർത്ഥി പോലും നിർത്താൻ ഭയപ്പെടുന്നു BJP. അപ്പോൾ പാട്ടത്തിനെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അത് കോൺഗ്രസിൽ നിന്ന് അല്ലെങ്കിൽ UDF-ൽ നിന്നാണ് പാട്ടത്തിനെടുത്തിരിക്കുന്നത്. ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. പിന്നെ കുഴിയിൽ വീണ ആളാരാണ്? ഞങ്ങൾക്കൊരു പേടിയില്ല. പക്ഷേ രാത്രിയാവുമ്പോൾ കതറഴിച്ചു വെച്ച് പാൻറ്റ് വിട്ടുകൊണ്ടിറങ്ങും. ചില ആളുകൾ അങ്ങനെയാണ്. രാത്രിയിലാവുമ്പോൾ വസ്ത്രം മാറി ഇറങ്ങുകയാണ്. ചില ആളുകൾ ദേഹത്ത് എണ്ണയാക്കിയിട്ട് ഇറങ്ങാറുള്ളത്. അടിവസ്ത്രം മാത്രം ധരിച്ച് എണ്ണയാക്കിയിട്ട് ഇറങ്ങുന്നൊരു കൂട്ടരുണ്ട് രാത്രിയായി കഴിഞ്ഞാൽ. അവരുടെ ഉദ്ദേശം വേറെയാണ്. ഇദ്ദേഹം വസ്ത്രം ഇട്ടിട്ടുണ്ടായിരുന്നു. ചില കാര്യങ്ങൾക്ക് സൗകര്യപ്രദമായ വസ്ത്രമായിട്ടാണ് പോയത്. എന്തിനാണ് പോയത്? വാതിൽ അടച്ചെങ്കിൽ പിന്നെ എന്തിനാണ് ആ വാതിൽ മുട്ടിയത്? വാതിൽ അടച്ചെങ്കിൽ പിന്നെ എന്തിനാണ് ആ വാതിൽ തുറന്നത്? വ്യക്തിപരമായിട്ട് അങ്ങനെ മേശക്കടിയിൽ കൂടെ കച്ചവടം നടന്ന പരിപാടിയുണ്ടോ ഈ UDF-നകത്ത്? കച്ചവടമാണ് ഇത്. കൂട്ടുകച്ചവടമാണ്, പരീക്ഷണമാണ്, മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത്, OLX പറയുന്ന വ്യാജ കാര്യങ്ങൾ പറയുന്ന ആളും അദ്ദേഹവും കുഴിയിലായി. പിന്നെ അൻവർ കുഴിയിലായി, അവരുടെ പാർട്ടി കുഴിയിലായി, UDF കുഴിയിലായി, BJP കുഴിയിലായി. M സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടുകൂടി പ്രകാശമാനമായ അന്തരീക്ഷത്തിലാണ് ഈ നിലമ്പൂരിലെ കാറ്റ്, നിലമ്പൂരിലെ ചൂട്, നിലമ്പൂരിലെ വെളിച്ചം, അതൊരു പുതിയ വെളിച്ചമായി പടരുകയാണ്. അതാണ് മാറ്റം. ആ മാറ്റത്തിന് കാരണം എന്താണ്? പാലക്കാട് നിന്ന് നിലമ്പൂർ എത്തുമ്പോൾ ഒരു അകലുണ്ട്. പാലക്കാട്ടെ പ്രശ്നം എന്താണ്? 2ാം സ്ഥാനത്തായിരുന്നു BJP, 1-ാം സ്ഥാനത്താണ് കോൺഗ്രസ്. നിലമ്പൂർ 1-ാം സ്ഥാനത്ത് LDF ആണ്, 2-ാം സ്ഥാനത്ത് UDF ആണ്, 3-ാം സ്ഥാനത്ത് BJP ആണ്.
ഇവിടെ BJP ജയിക്കുമെന്ന് കരുതി ഒരാൾ പോലും, മതന്യൂനപക്ഷങ്ങളിൽ ഒരാൾ പോലും UDF വോട്ട് ചെയ്യേണ്ട. പാലക്കാട് അങ്ങനല്ല. ഇതാ ഇപ്പോൾ BJP ജയിക്കാനിടയുണ്ട്. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ, മതനിരപേക്ഷ ശക്തികൾ വോട്ട് ചെയ്യുമ്പോൾ കോൺഗ്രസിന് വോട്ട് ചെയ്തില്ലേ തോറ്റുപോകും കേട്ടോ. BJP നിയമസഭയിൽ വരും കേട്ടോ. സുരേഷ് ഗോപി വന്ന ശേഷം എന്താ നിയമസഭയിലും BJP വളരാൻ പോവാണ് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ആളുകൾക്കിടയിൽ ഭയം വന്നു. ആ ഭയം നിങ്ങൾ പാലക്കാട് കണ്ടു. ഇവിടെ നിലമ്പൂരത് ഭയമില്ല എന്ന് മാത്രമല്ല, ഭയമില്ലാത്തൊരു മനുഷ്യനെ ഇവിടെ കാണുന്നുണ്ട്. അതാണ് പ്രശ്നം. ഭയമില്ലാത്തൊരു മനുഷ്യൻ. മല ഇളകി വന്നാലും രാഷ്ട്രീയത്തിനകത്ത് നിലപാട് വേണം, സ്ഥൈര്യം വേണം. തെരഞ്ഞെടുപ്പിൻ്റെ വിജയപരാജയങ്ങളല്ല, വേട്ടയാടപ്പെടുന്ന മനുഷ്യർക്കൊപ്പം നിൽക്കുക. മതന്യൂനപക്ഷങ്ങളെ ഇന്ത്യ രാജ്യത്തെ BJP ഭരണകൂടം വേട്ടയാടുന്ന ഓരോ ഘട്ടത്തിലും, ലോകത്ത് വേദന അനുഭവിക്കുന്ന മനുഷ്യൻ്റെ വേദനയുടെ ഘട്ടത്തിലും രാജ്യമൊട്ടാകെ യുദ്ധോത്സുകതയിലേക്ക് പടർന്നു കയറി രാജ്യം തന്നെ യുദ്ധഭ്രാന്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ അരുത്. യുദ്ധമെന്ന് പറയുന്നത് മഹാഭാരതത്തിൻ്റെ ഏറ്റവും അവസാനം ചിത്രീകരിക്കപ്പെടുന്നത് പോലെ യുദ്ധത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ശാന്തിപൂർവ്വം വായിക്കണം. അതുകൊണ്ട് നിങ്ങൾ യുദ്ധത്തെക്കുറിച്ച് അഭിരമിക്കരുത് എന്ന് പറയുന്ന ഒരു ധന്യമായ രാഷ്ട്രീയ ധന്യതയുടെ വ്യക്തിത്വത്തിൻ്റെ നിലപാടിൻ്റെ വ്യക്തിത്വമായി സഖാവ് സ്വരാജ് തലയുയർത്തി നിൽക്കുകയാണ്. സഖ്യനോളം തലയുയർത്തിയ ഒരു നേതാവിനെ നിലമ്പൂരിലെ മനുഷ്യന് വേണ്ടേ? ഈ മനുഷ്യർ നിലമ്പൂരിലെ ഈ പച്ച മനുഷ്യനെ കൈവിടുമോ? ഒരു ഗ്രാമീണ നന്മ സൂക്ഷിക്കുന്ന ഈ മനുഷ്യനെ ഇവിടുത്തെ ജനങ്ങൾ കൈവിടുമോ? പൊള്ളയായ ചിരിയിലൂടെ ഖദർ ഗ്ലാമറുകൾ സൃഷ്ടിക്കുന്ന എല്ലാ വ്യാജങ്ങളെയും പൊളിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കരുത്തിൻ്റെ ശബ്ദം നിയമസഭയിൽ നമ്മൾ 5 കൊല്ലം കണ്ടു. ചതിയിലല്ലേ തൃപ്പൂണിത്തുറയിൽ തോൽപ്പിച്ചത്? വഞ്ചനയിലല്ലേ തൃപ്പൂണിത്തുറയിൽ തോൽപ്പിച്ചത്? ആ മനുഷ്യനെയാണ് നിലമ്പൂരിലെ ജനങ്ങൾ, ഈ നാട്ടിലെ ജനങ്ങൾ, ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടത്തിന്റെ സമരമുഖം തുറന്ന മണ്ണിലെ ജനങ്ങൾ. എന്തായാലും താങ്കൾ പറഞ്ഞ ഒരു കാര്യം ഉറപ്പാണ്, അവിടെ ഉണ്ടാകുന്ന LDFന്റെ ആവേശം, അല്ലെ പ്രവർത്തകർക്കിടയിലുള്ള ഒരു വർദ്ധിത കോൺഫിഡൻസ് ഒക്കെ നമ്മൾ ഈ ദിവസങ്ങളൊക്കെ കാണുന്നുണ്ട്. അത് വോട്ടാകുമോ, എം സ്വരാജിന്റെ ജയത്തിലേക്കൊക്കെ എത്തുമോ എന്ന് നമുക്ക് വോട്ടിടുമ്പോൾ അറിയാം. ശ്രീ VP ശിവനാഥൻ, നിലമ്പൂരിൽ നിങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10,000 വോട്ട് പിടിച്ചവരാണ്. അതിനു മുമ്പും ഒരു ബേസ് വോട്ട് 12 വോട്ടെങ്കിലും 12,000 വോട്ടെങ്കിലും നിങ്ങൾക്കുള്ളതാണ്. അവിടെ കേരള കോൺഗ്രസ് മാണിയിൽ പ്രവർത്തിച്ച് അവിടെ നിന്ന് കേരള കോൺഗ്രസ് ബാലകൃഷ്ണപിള്ളയിലേക്ക് പോയി, അവിടെ നിന്ന് ജനാധിപത്യ കേരള കോൺഗ്രസിലോട്ട് പോയി, അവിടെ നിന്ന് മോൻസ് ജോസഫിൻ്റെ കൂടെ ജോസഫിലേക്ക് വന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഈ മെമ്പർഷിപ്പ് കൊടുത്തിട്ടില്ല എന്ന് മോൻസ് ജോസഫ് പറയുന്നു. അതിനുശേഷം ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന ചിത്രം അടക്കം പുറത്തും വന്നു. ശ്രീ VP ശ്രീധരൻ, നിങ്ങൾക്ക് സ്വന്തമായി ഒരു പ്രാദേശിക നേതാവ് പോലും അവിടെ നിങ്ങളുടെ കൊടി പിടിക്കാൻ അവിടെ ഇല്ലേ? VP എന്ന് പറഞ്ഞാൽ അയാളെ സ്ഥാനാർത്ഥിയാക്കുക, അതിനുശേഷം വിളിച്ചു വരുത്തി പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് നാണക്കേടല്ലേ യഥാർത്ഥത്തിൽ ശ്രീ VP? ഞാൻ ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുന്നേ ശ്രീ അനിൽകുമാർ പറഞ്ഞു യുദ്ധം വേണ്ടാന്ന് പറഞ്ഞു എന്ന്. ഈ രാജ്യത്തേക്ക് തീവ്രവാദികളെ പറഞ്ഞയച്ച് അവരിവിടെ വന്ന് മതം ചോദിച്ച് 26 ആളെ കൊന്നതിന് ശേഷം രാജ്യം തിരിച്ചടിക്കുമ്പം യുദ്ധം വേണ്ടാന്ന് പറയുന്നത് മിതമായ ഭാഷയിൽ പറഞ്ഞാൽ രാജ്യദ്രോഹമാണ്. മിതമായ ഭാഷയിൽ പറഞ്ഞാൽ അപ്പുറത്തേക്ക് പോകുന്നില്ല. അതൊന്നും അത്ര വലിയ യോഗ്യതയല്ല, അത് നാണക്കേടാണ്, അത് ഷണ്ടത്വമാണ്. അത് നിങ്ങൾക്കുണ്ടായിരിക്കും, നിങ്ങളത് ആഘോഷിച്ചോ, ഞങ്ങളതിന് കിട്ടൂല. അത് പോട്ടെ. ഇനി ഞാൻ താങ്കൾ പറഞ്ഞ ചോദ്യത്തിലേക്ക്, രാജ്യം യുദ്ധം ചെയ്തോ? ഇവിടെ അറിയാലോ, എല്ലാവർക്കും അറിയാലോ രാജ്യം എന്താ ചെയ്തത്. താങ്കൾ രാജ്യം യുദ്ധം ചെയ്തോ? ഞാൻ പറയട്ടെ. അല്ല, രാജ്യം എന്താണ് ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം. രാജ്യം എന്താണ് പാകിസ്ഥാനെ പാഠം പഠിപ്പിച്ചോ ശരിയായ അർത്ഥത്തിൽ? ഞാൻ പറയട്ടെ രാജ്യം എന്താണ് ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ വിഷയം മാറിപ്പോലെ ഒന്ന് മിണ്ടാതിരിക്കും, നിങ്ങൾ മിണ്ടാതിരിക്കേ. നിങ്ങൾ വിഡ്ഢിത്തരം പറയുമ്പോൾ ഞാൻ കേട്ടിരുന്നല്ലോ. നിങ്ങളൊന്ന് മിണ്ടാതിരിക്കേ. നിങ്ങൾക്ക് സമയം തരും ഹാഷ്മി, സമയം അല്ല, അത് നിങ്ങൾക്ക് സമയം തരും. നിങ്ങൾ EMS നമ്പൂതിരിപ്പാടി ചൈന യുദ്ധകാലത്ത് പറഞ്ഞത് അവരുടേതും നമ്മളുടേതും എന്ന് പറയുന്ന ഭൂമിക്ക് വേണ്ടി എന്തിനാ തല്ലുകൂടുന്നതെന്ന് അതൊക്കെ നിങ്ങൾ പറയും. നിങ്ങൾക്ക് അതൊക്കെ യോഗ്യതയാണ്, നമുക്കൊരു വിരോധമല്ല. അവിടെ കട്ടെ. ഇനി ഞാൻ ഹാഷ്മി പറഞ്ഞതിലേക്ക് പറയാം. ഹാഷ്മി, ഞാനൊന്ന് പറഞ്ഞോട്ടെ ചേട്ടാ, നിങ്ങൾക്ക് അവസരം തരൂ ഹാഷ്മി, ഇല്ല ഞാൻ വാങ്ങിത്തരും. ഐ വിൽ പ്ലീഡ് വിത്ത് ഹാഷ്മി ടു ഗിവ് യു സഫീഷ്യൻറ്റ് ടൈം. അപ്പോൾ BJPയിലേക്ക് ആളുകൾ മറ്റ് പാർട്ടികളിൽ നിന്നും വന്ന് സ്ഥാനാർത്ഥിയാവുന്നത് ഇത് ആദ്യമായിട്ടാണ്.
ഞാൻ പറഞ്ഞോട്ടെ അല്ല, ചേട്ടാ. ലിപി പറഞ്ഞ് പൂർത്തിയാവട്ടെ, ലിപി പറഞ്ഞ് പൂർത്തിയാവട്ടെ. കൊണ്ടൂന്ന് മനസ്സിലായി, അതാണ് ബേജാറ്. ഞാൻ ചോദിക്കട്ടെ, മാൾഡ ഉത്തർ, പശ്ചിമ ബംഗാളിലെ മാൾഡ ഉത്തറിലെ BJPയുടെ 2ാം തവണ ലോക്സഭയിലേക്ക് എത്തിയ MP ഖഗൻ മുർമു CPMന്റെ 2 തവണത്തെ MLA ആയിരുന്നു. CPMന്റെ ബംഗാളിലെ 2 തവണ ലോക്സഭയിലെത്തിയ MLA ഖഗൻ മുർമു 19 MLA ആയിരിക്കെ, CPM MLA ആയിരിക്കെ രാജിവെച്ച് BJPയിൽ വന്ന് മത്സരിച്ച് 19 ജയിച്ചു, ഇത്തവണയും ജയിച്ചു. മാൾഡ ഉത്തർ നോക്കാം, ഗൂഗിളിൽ പോയി നോക്കാം, മാൾഡ ഉത്തർ. ഇപ്പോൾ BJPയിലേക്ക് ആൾ വരുന്നു മറ്റു പാർട്ടികളിൽ നിന്ന്. അസം മുഖ്യമന്ത്രി ഹെമന്ത ബിശ്വ ശർമ്മ കോൺഗ്രസിൻ്റെ ഉപമുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് കോൺഗ്രസ് നേതൃത്വം കൊടുത്ത വാക്ക് 3ാമത്തെ ടേമിൽ പകുതിയായാൽ മറ്റേ ഗൗരവ് രാജിവെച്ച് അദ്ദേഹത്തിന്, ഗൊഗോയ് രാജിവെച്ചിട്ട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുമെന്നായിരുന്നു. അത് ലംഘിച്ചപ്പോൾ അദ്ദേഹം രാജിവെച്ച് BJPയിൽ വന്നു, ഞങ്ങളെ കൂടെ ചേർന്നു, ഞങ്ങൾക്ക് ആസാം പിടിക്കാൻ പറ്റി. അദ്ദേഹം ഒരു തവണ ഉപമുഖ്യമന്ത്രിയായി, ഇത്തവണ മുഖ്യമന്ത്രിയായി. ഇവിടെ പോണ്ടിച്ചേരിയിൽ, തൊട്ടടുത്ത് പോണ്ടിച്ചേരിയിൽ നമശിവായം കോൺഗ്രസിൻ്റെ PCC പ്രസിഡൻ്റായിരുന്നു. ഇപ്പോൾ BJPയുടെ ആഭ്യന്തരമന്ത്രിയാണ് പോണ്ടിച്ചേരിയിൽ. BJP ആദ്യമായി പോണ്ടിച്ചേരിയിൽ അധികാരത്തിൽ വന്നതാണ്. ഇതൊക്കെ സാധാരണയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. താങ്കൾ പറയുന്നത് ശ്രീ മോഹൻ തോമസ് ജയിക്കും, അല്ല സോറി, ശ്രീ മോഹൻ ജോർജ് ജയിക്കുമെന്നാണോ? അല്ല, ഞാൻ പറയുന്നത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ജയിക്കുകയോ തോൽക്കുകയോ. EMS പറഞ്ഞിട്ടുണ്ട് അഭിപ്രായം ഇരുമ്പൊലക്കെ അല്ലാതെ. അതൊക്കെ മാറ്റ ആൾക്കാർക്ക്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, പാലക്കാട്ട് ഇവർക്ക് സ്ഥാനാർത്ഥി ആരായിരുന്നു? തലേന്ന് വരെ കോൺഗ്രസ്സുകാരനായിരുന്ന ആളല്ലേ? അതൊക്കെ സ്വാഭാവികമാണ്, അതവിടെ നിൽക്കട്ടെ. അല്ല ഇവിടെ നിങ്ങളൊരു പോരാട്ട മുഖത്തേക്ക് ഇറങ്ങുന്നത് എങ്ങനെയാണ്? സ്ഥാനാർത്ഥി വേണോ, ഒറ്റ ഞാൻ ഇപ്പം താങ്കളുടെ തന്നെയാണ്, സ്ഥാനാർത്ഥി വേണോ വേണ്ടയോ എന്നുള്ള ദീർഘനാളത്തെ കൺഫ്യൂഷൻ, ദീർഘനാളത്തെ ആശങ്ക. ചരിത്രത്തിൽ ഇന്നേ വരെ കേരളത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ തോക്കാൻ പോവുക, അല്ലെങ്കിൽ ഞങ്ങൾ തോറ്റിരുന്നു, അവിടെ ഞങ്ങളവിടെ ദുർബലരാണ് എന്ന് ചരിത്രത്തിൽ ഇന്നേ വരെ ഏതെങ്കിലും സംസ്ഥാനങ്ങളുടെ അധ്യക്ഷൻ പറഞ്ഞോ? അത് നിങ്ങൾ അധ്യക്ഷൻ പറഞ്ഞു, CVP ശ്രീപത്മനാഭൻ. അങ്ങനെ ഓൾറെഡി തോറ്റതിന് ശേഷമാണ് നിങ്ങൾ പോരാട്ടത്തിൽ പേരൊരാളെ നിർത്തുന്നത്. എന്തിനു വേണ്ടിയാണത്? അല്ല, ഈ രാജ്യത്ത് ഞങ്ങളെ മനസ്സിലുള്ള കാര്യങ്ങൾ, ഞങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ പങ്കുവെക്കുന്നതിൽ എന്താ തെറ്റ്? ഞങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അതിനിപ്പോൾ അഹമ്മദാബാദിലായാലും BJPക്ക് ഒരു ലഗ്നത്തിനെ BJP നിർത്തിയാൽ 3.5-4 ലക്ഷം വോട്ടിന് ജയിക്കുന്ന അഹമ്മദാബാദിലോ അല്ലെങ്കിൽ ബറോഡയിലോ സൂറത്തിലോ ആയാലും, അവിടെ സൂറത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി തന്നെ പിൻവലിച്ചു പോയി, അവിടെ എതിരില്ലാണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട്. അപ്പോഴും ഞങ്ങൾ 2 വശവും ചിന്തിക്കും, ജയപരാജയങ്ങൾ ചിന്തിക്കും. സ്വാഭാവികമല്ലോ, രാഷ്ട്രീയ പാർട്ടി ചിന്തിക്കണ്ടേ? പുറത്തു പറയില്ല. ഞാൻ പറഞ്ഞുതരാം, ഞങ്ങൾ മത്സരിക്കുന്നത് എന്താ? വയനാട്ടിൽ 16, ഞാൻ പറഞ്ഞുതരാം, ഞങ്ങൾ നിലമ്പൂരിൽ മത്സരിക്കുന്നത് 16 പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജനയാണ് വയനാട് ലോക്സഭയ്ക്ക് അനുവദിച്ചത്. അതിൽ 8 എണ്ണം നിലമ്പൂരാണ്. 16 ഗ്രാം സഡക് യോജനകൾ പ്രധാനമന്ത്രി അനുവദിച്ചത് 8 എണ്ണം വയനാട്ടിലാണ്. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിപ്പോയതാ. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി, ആ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊല്ലം റെയിൽവേ സ്റ്റേഷനും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനും വടകര റെയിൽവേ സ്റ്റേഷനും വികസിപ്പിക്കുന്നത് പോലെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ വികസിപ്പിക്കുകയാണ്. നിലമ്പൂർ ഷൊർണൂർ റെയിൽവേ ലൈൻ ഇലക്ട്രിഫൈ ചെയ്തു നിലമ്പൂർ ഷൊർണൂർ റെയിൽവേ ലൈൻ. അവിടെയൊക്കെ പുരോഗതി വന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ്, അവരുണ്ടാക്കിപ്പോയ റെയിൽവേ ലൈനാണ്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, അവിടെ ഒരു കാർഷിക നിയോജക മണ്ഡലം, ഒരു ഗ്രാമീണ നിയോജക മണ്ഡലം, ആദിവാസികൾ, അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ്ഗക്കാർ, പാവപ്പെട്ട കൂലിത്തൊഴിലാളികൾ, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിക്ക് 1000കണക്കിന് ഗുണഭോക്താക്കളുണ്ട് നിലമ്പൂരിൽ. പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് 1000കണക്കിന് ഗുണഭോക്താക്കളുണ്ട് നിലമ്പൂരിൽ. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന 2020 മുതൽ സൗജന്യ നിരക്കിൽ അരി കൊടുക്കുന്ന, സൗജന്യമായി അരിയും ഗോതമ്പും കൊടുക്കുന്ന, ഇന്ത്യയിൽ 80 കോടി ജനങ്ങൾക്ക് കൊടുക്കുന്ന പദ്ധതിക്ക് 1000കണക്കിന് ഗുണഭോക്താക്കളുണ്ട് അവിടെ. എനിക്ക് കിട്ടിയ കണക്ക് പ്രകാരം 1000കണക്കിന് അമ്മമാർക്ക് പ്രധാനമന്ത്രി മാതൃവന്ദൻ യോജന പ്രകാരം ആദ്യ പ്രസവത്തിൽ 5000 രൂപയും 2ാമത്തെ പ്രസവത്തിൽ പെൺകുട്ടിയാണെങ്കിൽ വീണ്ടും 5000 രൂപയും കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഈ സംഗതികളൊക്കെ കൊണ്ടുവന്നവരാണ് അവിടെ. ഇപ്പം നിലമ്പൂർ, മൈസൂർ, നഞ്ചങ്കോട് റെയിൽവേ എത്ര കാലമായി സ്വാതന്ത്ര്യം കിട്ടിയിട്ട് കേൾക്കാൻ? ഇതൊക്കെ ഇന്നലെ വന്നതല്ലോ, ഇതൊക്കെ ദീർഘനാളെ മുമ്പ് വന്നതല്ലേ? ആ വന്നതിന് ശേഷം നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ആദ്യം പറഞ്ഞൊന്ന് കേൾക്കൂ. ഞാൻ ഒറ്റ മിനിറ്റ് നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞൊന്ന് കേൾക്കൂ. നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ആദ്യ ദിവസം പറഞ്ഞൊന്ന് കേൾക്കൂ CVP. ഈഗോ വർദ്ധകൾ കാണിക്കാൻ ഒരു ഇലക്ഷന് ഇറങ്ങുക? ഞങ്ങൾക്കറിയാലോ ഞങ്ങളുടെ അവിടെ ശക്തി എന്താണ്. നിലമ്പൂർ ഒരു മൈനോറിറ്റി ഡോമിനേറ്റഡ് കോൺസ്റ്റിറ്റ്യുവൻസിയാണ്.
അതെല്ലാം ഞങ്ങൾ അറിയില്ല, അതുവരെ ജയിച്ചിട്ടില്ല. അല്ല, അങ്ങനെ ഞാനൊന്നും പറയാൻ പോകുന്നില്ല. വിജയ സാധ്യതയെ കുറിച്ച് ഞാൻ പറയുന്ന ആളല്ല. ശക്തിയില്ലാത്ത മണ്ഡലമാണ് അത്, അത് മൈനോറിറ്റി മണ്ഡലമാണ്, ഞങ്ങൾ ജയിച്ചിട്ടില്ല എന്നൊരു ഒരു അധ്യക്ഷൻ പരാജയം സമ്മതിക്കുക ആദ്യം തന്നെ. പിന്നെ എന്തിന് സ്ഥാനാർത്ഥി? ശക്തിയുള്ള അഹമ്മദാബാദിൽ വരെ ടു ആൻഡ് ഫ്രോ ഡിസ്കസ് ചെയ്യും. അത് പറയില്ലെന്ന് വന്നത് ഇങ്ങനെ ചർച്ച ചെയ്യും. അഹമ്മദാബാദിൽ വരെ ജയപരാജയങ്ങൾ നമ്മൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് പോയപ്പോഴേക്കും മലപ്പുറത്തെ അബ്ദുൽ അസീസ് ജയിച്ച് അവിടെ കേന്ദ്രത്തിൽ മന്ത്രിയാകുമ്പോൾ കൊടുക്കുന്ന പോർട്ട്ഫോളിയോയെ പറ്റിയാണ് അവിടുത്തെ ഒരു പ്രാദേശിക നേതാവ് എന്നോട് പറഞ്ഞത്. ഏത് മലപ്പുറം നിൽക്കുന്ന അബ്ദുൽ അസീസ് ജയിച്ച് കേന്ദ്രത്തിലേക്ക് പോകും, കേന്ദ്രത്തിലേക്ക് പോയി മന്ത്രിയാകുമ്പോൾ കൊടുക്കുന്ന ന്യൂനപക്ഷ പോർട്ട്ഫോളിയോയെ പറ്റി എന്നോട് സംസാരിച്ചു. അതാണ് കോൺഫിഡൻസ്. ഈ തോക്കുന്ന ഉറപ്പുണ്ടെങ്കിലും പറയുന്നത് ജയിക്കുന്നല്ലേ നിങ്ങൾ, അങ്ങനല്ലേ പറയേണ്ടത്? ആഷ്മി, അല്ല ഞാൻ ചോദിക്കട്ടെ, തോറ്റ ജോർജ് കുര്യൻ മന്ത്രിയായില്ലേ? അദ്ദേഹം 2019 തോറ്റതല്ലേ? ഞാൻ ചോദിക്കട്ടെ, തലയിൽ മുണ്ടിട്ട് രാത്രി പോയിട്ട് ചർച്ച ചെയ്യുന്നതിലും അന്തസ്സുള്ള പണിയല്ലേ നിങ്ങൾ പത്രക്കാർ ചോദിക്കുമ്പോൾ മനസ്സിലുള്ള കാര്യം പറയുന്നത്? അല്ലേ? തലയിൽ മുണ്ടിട്ട് രാത്രി പോയിട്ട് ചർച്ച ചെയ്യുന്നതിലും അന്തസ്സുള്ള പണിയല്ലേ? നിങ്ങളുടെ മനസ്സിൽ എന്താണുള്ളത്? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? ഞങ്ങളുടെ മനസ്സിലുള്ളത്, ഞങ്ങൾ പത്രക്കാരായി പത്രക്കാരെന്ന് പറഞ്ഞാൽ ആരാ? ജനങ്ങൾക്ക് ഈ വിവരം എത്തിക്കുന്ന ആൾക്കാരാണ്, അല്ലേ? മാധ്യമങ്ങളാണ് ബ്രിഡ്ജ്. ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് ഞങ്ങളുടെ സത്യസന്ധതയാണ്. ഞങ്ങൾക്ക് ഒന്നും പേടിക്കാനില്ലെന്ന്. ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി, 14 മുഖ്യമന്ത്രിമാരുള്ള പാർട്ടി, 300 ചില MP, ആരെ പേടിക്കണം? ഞങ്ങൾ എന്താണോ മനസ്സിലുള്ളത് ജനങ്ങളോട് പറയും വയ മീഡിയ. ഒരു തെറ്റുമില്ല ഇല്ലെന്ന്. ഞങ്ങൾക്ക് ആരെ പേടിക്കാൻ? ഞങ്ങൾക്ക് എന്ത് പേടിക്കാൻ? ഉപതെരഞ്ഞെടുപ്പ് ഞാൻ ചോദിക്കട്ടെ, ഇവരിപ്പോൾ വലിയ യുദ്ധം നടത്തുന്നുണ്ടല്ലോ. നിലമ്പൂർ അതിർത്തിയില്ലേ, തമിഴ്നാട് അതിർത്തി കടന്ന ഒന്നല്ലേ? ഇന്ത്യ മുന്നണിയിലെ 3 സ്ഥാനാർത്ഥി വരാൻ പോകാൻ. കാളികാവ് കഴിഞ്ഞാൽ വഴിക്കടവ് കഴിഞ്ഞാൽ തമിഴ്നാട് അതിർത്തിയാ. ഇവരൊന്നാ പോട്ടെ. ബംഗാളിൽ കാളിഗഞ്ചിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. CPM-നും കോൺഗ്രസിനും സംയുക്ത സ്ഥാനാർത്ഥിയാ. ഇപ്പോൾ 4 സ്ഥലത്താണ് ഉപതെരഞ്ഞെടുപ്പ്. കേരളത്തിൽ 1, 2 ഗുജറാത്ത്, 1 ബംഗാളിൽ കാളിഗഞ്ച്. നോക്കൂ നിങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും സംയുക്ത സ്ഥാനാർത്ഥി. ഇവരാണ് നമ്മളോട്, ഇത് തട്ടിപ്പാണ് ഈ യുദ്ധം. ശരി, ഞാൻ അങ്ങനെ എത്താം. ശ്രീ സുഗുലേക്ക് വരും മുൻപ് ഇന്ന് PVN വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഒരു ചെറിയൊരു ഭാഗം കൂടി കേൾക്കാം. എന്തുകൊണ്ടാണ് ഷൗക്കത്ത് അവിടെ സ്ഥാനാർത്ഥിയാകാൻ പറ്റില്ല എന്ന് ഞാൻ പറയാൻ കാരണം, ഇദ്ദേഹം മുസ്ലിം സമുദായത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ് എന്ന് ആരും അംഗീകരിക്കാൻ പോകുന്നില്ല. കാരണം അദ്ദേഹം പേരെടുത്തതും പ്രശസ്തി എടുത്തതും കഥ എഴുതിയതും ഈ ഒരു സമുദായത്തിന് വേണ്ടിയാണ്. ഒരു ഹൈന്ദവനായ വ്യക്തി ആ ഹിന്ദു സമുദായത്തിനെതിരെ സംസാരിച്ചാൽ ആളുകൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. സ്വന്തം സമുദായത്തിനെതിരെ സംസാരിച്ചാൽ അവന് ഭ്രാന്താണ് എന്ന് പറഞ്ഞ് തള്ളും. ഒരു ക്രൈസ്തവൻ ക്രിസ്തുവിനെതിരെ സംസാരിച്ചാൽ അവനോട് ആ മതക്കാർക്കുണ്ടാകുന്ന വിരോധം താങ്ങാൻ കഴിയാത്തതാണ്. ഒരു മുസൽമാൻ ഒരു മുസ്ലിം സമുദായത്തിനെതിരെ സംസാരിച്ചാൽ അതാരും വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. ഒരു മതസ്ഥൻ മറ്റൊരു മതത്തെ പറയുമ്പം അവൻ വർഗീയവാദിയാണെന്ന് പറഞ്ഞ് നമ്മൾ തള്ളും. പക്ഷേ ഒരു വിശ്വാസ സംഹിതയെ അതിനകത്ത് നിന്നുകൊണ്ട് ചോദ്യം ചെയ്യുമ്പോൾ പിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വരുന്നത് ഇത് തന്നെയാണ്. പറഞ്ഞു വരുന്ന പാഠമൊന്നും ഒരു വിലാപം ഇസ്ലാം മതത്തിന് എങ്ങനെയാണത് ഇസ്ലാം മതത്തിനെതിരാവുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പറഞ്ഞ അൻവറിൻ്റെ ഈ ഷൗക്കത്തിൻ്റെ തിരക്കഥകൾ ഏതർത്ഥത്തിലാണ് മതത്തിനെതിരാവുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. പോട്ടെ, അത് ശ്രീ PVN പറഞ്ഞ ധാരണ. പക്ഷേ ഒരു കാര്യം മനസ്സിലായി, അതിനുശേഷം പിന്നെ പറഞ്ഞു സ്വരാജിന് എങ്ങനെ വോട്ട് ചെയ്യും, സ്വരാജിന് എങ്ങനെ ഹിന്ദുക്കൾ വോട്ട് ചെയ്യും. അപ്പം കയ്യിലുള്ള ആയുധം വർഗീയതയാണ് ശ്രീ സുഗു, അല്ലേ? അല്ല, എന്ത് വർഗീയതയാണ് PV അൻവർ ഉപയോഗിക്കുന്നത് ഹാഷ്മി? നമുക്കറിയാലോ, നിലമ്പൂരിലെ ആര്യാടന്മാരുടെ ഒരു ചരിത്രമുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് മുസ്ലിം ലീഗിനെയും അതോടൊപ്പം തന്നെ മതന്യൂനപക്ഷങ്ങളെയും കൂട്ടുപിടിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ പരിപാടികളും അവർ ചെയ്യും. തെരഞ്ഞെടുപ്പിൽ വിജയം ആവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നീട് മുസ്ലിം ലീഗിനെയും മതന്യൂനപക്ഷങ്ങളെയും തള്ളിപ്പറയുന്നൊരു സമീപനം സ്വീകരിക്കുന്നവരായിരുന്നു ഈ നിലമ്പൂർ മണ്ഡലത്തിലെയും കേരളത്തിലെയും ജനങ്ങൾ വിലയിരുത്തിയവരാണ് ഇവരെ. എത്ര അനുഭവങ്ങൾ നിങ്ങൾക്കറിയോ? സേട്ടു സാഹിബ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് നമ്രൂദ് എന്നൊരു പദപ്രയോഗം നടത്തിയിട്ടുണ്ട് അന്തരിച്ചു പോയ ശ്രീ ആര്യാടൻ മുഹമ്മദ് ഈ സേട്ടു സാഹിബിനെതിരെ. അങ്ങനെ എത്ര കലാപങ്ങൾ മുസ്ലിം ലീഗും അതോടൊപ്പം തന്നെ ഈ ആര്യാടന്മാരും ഈ നിലമ്പൂരും കേരളത്തിലും
ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ പിന്നെ ഫൈറ്റ് ചെയ്യില്ലേ? ടി.വി. അൻവർ അങ്ങനെ എന്തോ വാവിട്ട വർഗീയത പ്രതികരണങ്ങൾ എത്ര ഉണ്ടായിട്ടുണ്ട് ശ്രീ സുഗു? അങ്ങനെ കണക്ക് പറഞ്ഞാൽ എത്രയെത്ര പരസ്പര വിമർശനങ്ങൾ ഒക്കെ ഓരോരോ കാലത്ത് ഓരോന്നും ഉണ്ടായിട്ടില്ലേ? കാലം മുന്നോട്ടേക്ക് പോവല്ലേ? അപ്പൊ പോയ കാലത്തെ ഏതെങ്കിലും തരത്തിലുള്ള വർഗീയ ചുവയുള്ള കാരണം എടുത്തുകൊണ്ട് അവതരിപ്പിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ്? നല്ല ലക്ഷ്യമാണോ? അല്ലല്ലോ, അത് ഗൂഢലക്ഷ്യമല്ലേ? അല്ല ഹാഷ്മി ഇപ്പോൾ ഉദ്ദേശിച്ചത് നമുക്കറിയാലോ. അപ്പോൾ പി.വി. അൻവർ ഏത് തരത്തിലുള്ള വർഗീയത ഇപ്പോൾ ഈ പരാമർശത്തിൽ കണ്ടിട്ടുള്ളത്? ഏത് തരത്തിലുള്ള വർഗീയത? ഈ നാട്ടിലെ പാവപ്പെട്ടവൻ്റെയും സാധാരണക്കാരൻ്റെയും പ്രശ്നമല്ലേ അൻവർ ഉയർത്തിയിട്ടുള്ളൂ. ശ്രീ രാജു പി നായർ, ശ്രീ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ പറഞ്ഞതിന് മറുപടി പറഞ്ഞോളൂ. ശ്രീ വി പി ശ്രീധരനാഭൻ ചോദിക്കുകയാണ്, എന്താണ് ജയിക്കുമെങ്കിൽ ജയിക്കുമെന്നും തോൽക്കുമെങ്കിൽ തോൽക്കുമെന്നും മര്യാദയ്ക്ക് പറയുന്നതാണ് രാത്രി തലയിൽ മുണ്ടിട്ട് പോയി കാണുന്നതിനേക്കാൾ മെച്ചം? മറുപടി രാജു പി നായർ. അത് രണ്ടുപേർക്കുള്ള മറുപടിയാണ്. ഇപ്പോൾ ശ്രീ അനിൽകുമാറും പാൻസ് ഇട്ട് പോകുന്ന കഥയൊക്കെ പറഞ്ഞിരുന്നു. രണ്ടുപേർക്കൂടെയുള്ള മറുപടിയാണ്. 2016 RSSും CPM കൂടി ഒരു രഹസ്യ ചർച്ച നടത്തിയിരുന്നു. 2021 പിന്നെ അത് വിവാദമായി. 2021 MV ഗോവിന്ദൻ അത് നിഷേധിക്കുകയും പിന്നീട് അദ്ദേഹത്തിന് തന്നെ അംഗീകരിക്കുകയും വേണ്ടു. അപ്പം രാത്രിയുടെ മറവിൽ RSSുമായി ചർച്ച നടത്തുന്നവർ ആരാണെന്നുള്ളത് നമ്മുടെ മുന്നിൽ MV ഗോവിന്ദൻ്റെ പ്രസ്താവനയുണ്ട്. അതൊന്നുകൂടി ശ്രീ അനിൽകുമാറും ശ്രീ VP പത്മനാഭനും ഒന്ന് പഠിച്ചാൽ മതി. ശ്രീ എമ്മിൻ്റെ സാന്നിധ്യവും ഒക്കെ കൂടി ഒന്ന് പഠിച്ചാൽ മതി. രണ്ടാമത്തെ കാര്യം, ഈ തൃശ്ശൂർ ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് അതെന്താണെങ്കിലും കണ്ണൂരെ കൊലപാതക രാഷ്ട്രീയം അവസാനിച്ചില്ലേ ശ്രീ രാജു പി നായർ? സ്വാഗതം ചെയ്യണ്ടേ? അതെന്തും ആയിക്കോട്ടെ. അതിനുശേഷം കണ്ണൂരിലെ ചോര വീഴ്ച നിന്നോ? ഹാഷ്മി അങ്ങനെയാണെങ്കിൽ CPMും RSSും കൂടി ചർച്ച നടത്തിയതാണെന്ന് പറയുമായിരുന്നു. 2 ഗുണ്ടാ സംഘങ്ങൾ ചർച്ച നടത്തിയായിരുന്നു എന്ന് പറയാം. രാഷ്ട്രീയ പാർട്ടി രണ്ടുപേരും കൂടി ഇരുന്നാൽ കൊലപാതകം തീരുമായിരുന്നെങ്കിൽ അത് ഗുണ്ടാ സംഘങ്ങളായിരുന്നു, രാഷ്ട്രീയ പാർട്ടികളല്ല. അത് അവിടെ നിൽക്കട്ടെ. ഞാൻ രഹസ്യ ചർച്ചകളുടെ കാര്യമാണ് പറയുന്നത്. ഈ ഒരു ഹോട്ടലിൽ കൊണ്ട് ഈ ഔദ്യോഗിക വാഹനം ഇട്ടിട്ട് സ്വകാര്യ വാഹനത്തിൽ ഡ്രസ്സ് മാറിപ്പോയിട്ട് രഹസ്യ ചർച്ച നടത്തിയിട്ട് 1.5 വർഷം അറിഞ്ഞില്ല, 1 വർഷം ഈ നാടറിഞ്ഞില്ല രഹസ്യ ചർച്ച എന്തായിരുന്നുള്ളത് കൃത്യമായിട്ട് അനിൽകുമാറിന് ബോധ്യപ്പെടും. MR അജിത് കുമാർ ആയിരുന്നു പിണറായിയുടെ ദൂതനായിട്ട് പോയി ആ രഹസ്യ ചർച്ച നടത്തിയിരുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പിന്നെ അദ്ദേഹം സൂചിപ്പിച്ചത് ഈ ഗ്രാമീണ നന്മയുള്ള ഒരു സ്ഥാനാർത്ഥി സ്വരാജ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയെ നിലമ്പൂർ അംഗീകരിക്കാതിരിക്കുന്നത് എന്തിനാണെന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ നന്മയെ സംബന്ധിച്ചും ഗ്രാമീണ സ്വഭാവത്തെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറല്ല. പക്ഷെ അദ്ദേഹം അതിനൊപ്പം പറഞ്ഞു ചതിയിൽ അദ്ദേഹത്തെ വീഴ്ത്തി, തൃപ്പൂണിത്തുറയിൽ ചതിയിൽ വീഴ്ത്തി എന്നുള്ളതാണ്. അങ്ങ് ആ പറഞ്ഞത് സത്യമാണ്. കാരണം ഇന്ന് നിങ്ങൾ പാർട്ടിയിലേക്ക് തിരിച്ചെടുത്ത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരിക്കുന്ന CN സുന്ദരനെ നിങ്ങൾ പുറത്താക്കിയത് M സ്വരാജിനെ പരാജയപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെ പേരിലാണ്. അനിൽകുമാർ പറഞ്ഞത് 100% സത്യസന്ധമായ അഭിപ്രായമാണ്. N സുന്ദരൻ എന്ന് പറയുന്ന തൃപ്പൂണിത്തുറയിലെ മുൻ ഏരിയ സെക്രട്ടറി ആയിരുന്ന CPMൻ്റെ ആളെയും അതോടൊപ്പം ഉണ്ടായിരുന്ന CPM പ്രവർത്തകരെയും മാറ്റി. ആ CPM പ്രവർത്തകർ പിന്നീട് എൻ്റെ പഞ്ചായത്ത് ഉദയംപേരൂരിലാട്ടോ 73 പേര് കോൺഗ്രസിനകത്തേക്ക് ചേർന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് ചതിച്ചതാരാണ് എന്നുള്ളത് നിങ്ങൾ അനിൽകുമാറിന് സംശയമുണ്ടെങ്കിൽ പ്രേക്ഷകർക്കും സംശയമില്ലാതിരിക്കണമെങ്കിൽ തൃപ്പൂണിത്തുറയിൽ വന്ന് ശ്രീ CN സുന്ദറിന് ഇപ്പോഴത്തെ നിങ്ങളുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തോട് ചോദിച്ചാൽ മതി. വളരെ വ്യക്തമായിട്ട് ആ കാര്യം മനസ്സിലാവും. പിന്നെ പിണറായിസത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. പിണറായിസം എന്ന് പറയുന്നത് ഹൈവേ ആണ്. ഹൈവേ ഇപ്പോഴും പറയാനായിട്ട് അനിൽകുമാറിന് നാവ് വന്നു എന്നുള്ള എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു വലിയ അത്ഭുതമുണ്ട്. പക്ഷെ പിണറായിസം അങ്ങനെയാണെങ്കിൽ അപ്പുറത്തേക്ക് പോകുമ്പോൾ സിദ്ധരാമനിസം ആവില്ലേ? ആ ഹൈവേ തെലുങ്കാനയിലേക്ക് വരുമ്പോൾ രേവന്തിസമായി മാറൂലേ? അതെങ്ങനെയാണ് ഇസമായി മാറുന്നത്? അതൊരു ഹൈവേ പോയി ഇല്ലേ? പെൻഷൻ കൊടുക്കുന്നു, പെൻഷൻ അങ്ങനെയാണെങ്കിൽ അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ സിദ്ധരാമനിസമായി മാറും, രേവന്തിസമായി മാറും ഇല്ലേ? അപ്പോൾ വികസന പ്രവർത്തനങ്ങളുടെ പേരിലാണ് ഈ ഇസത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ള നാട്ടിലെല്ലാം നടക്കുന്ന വികസനം അതാത് മുഖ്യമന്ത്രിമാർ ഇസമായിട്ട് പറഞ്ഞാൽ രാഷ്ട്രീയം എന്തോ ഒന്നായി മാറും. പിണറായിസം എന്ന് പറയുന്നതിന് കാര്യം എന്താ? അടിസ്ഥാനപരമായിട്ട് ഇടതുപക്ഷ മൂല്യങ്ങൾ ഇല്ലാതെ വർഗീയതയെ താലോലിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിലെ പോലീസ് സംവിധാനത്തിൽ ഉൾപ്പെടെ RSSന്റെ സ്ലീപ്പിംഗ് സെല്ലുകളായി മുസ്ലിം വിരുദ്ധത മാത്രം പറയുന്ന ഒരു വ്യക്തിയുടെ കീഴിൽ നിൽക്കുന്ന ഒരു സംവിധാനത്തെയാണ് ഞാൻ യെച്ചൂരിയെ പറയും. ഞാൻ CPM എന്ന് പറയാത്തതിൻ്റെ കാര്യം ഹാഷ്മി നമ്മൾ തമ്മിലുള്ള ചർച്ചയിൽ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാൻ ഈ പിണറായിസ്റ്റുകളെ പറയാറുള്ളൂ, ഞാൻ യെച്ചൂരിയെ കുറിച്ച് പറയില്ല. കാരണം എന്താ? യെച്ചൂരി എന്ന് പറയുന്നത് കറകളഞ്ഞ മതേതരവാദിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ബംഗാളിൽ നിന്ന് 2020 ഞങ്ങൾ വോട്ട് നൽകി അദ്ദേഹത്തെ പാർലമെന്റിൽ രാജ്യസഭയിൽ എത്തിക്കാം. അന്ന് ഉടക്കുവെച്ച ആളാണ് പിണറായിസ്റ്റ്.
ആ ഇസമാണ് പിണറായിസം. മനസ്സിലായില്ലേ? പിന്നെ ഈ സ്വരാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ വലിയ മതേതര മൂല്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈ രാജ്യം സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇന്ന് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം ഏറ്റവും വലിയ ഒരു സ്വാധീനമായിട്ട് നിലനിൽക്കുന്ന സമയത്ത് അതിനെതിരെ നടന്ന ചരിത്രപരമായ പോരാട്ടമായിരുന്നു ഭാരത് ജോഡോ യാത്ര. കോൺഗ്രസിനെ 99 സീറ്റിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന നരേന്ദ്രമോദിക്ക് ഇന്ത്യയുടെ പാർലമെന്റിൽ ഭൂരിപക്ഷം നൽകാതിരുന്ന ഒരു മൂവ്മെന്റ് ഉണ്ടെങ്കിൽ ആ മൂവ്മെന്റിലേക്ക് പോയത് ഭാരത് ജോഡോ യാത്രയായിരുന്നു. എന്തായിരുന്നു സഖാവ് സ്വരാജിന്റെ ഭാരത് ജോഡോ യാത്രയെ സംബന്ധിച്ച വിശകലനം? കണ്ടെയ്നർ യാത്ര എന്ന് വിളിച്ചതല്ലേ? ഈ ഇരുണ്ട കാലഘട്ടത്തിൽ പ്രകാശ് കാരാട്ട് AKG സെന്ററിന്റെ പുറത്തേക്ക് ഇറങ്ങി നിന്നിട്ട് വലത്തോട്ട് നോക്കി ഫാസിസം വന്നോ ഇല്ലയോ എന്ന് സംശയത്തിൽ നിൽക്കുന്ന സമയത്ത് ഈ കുറിപ്പെഴുതിയിട്ട് ഫാസിസം വന്നിട്ടില്ല, RSS ഒരു ഫാസിസ്റ്റ് സംഘടന പോലും അല്ല എന്ന് കുറിപ്പെഴുതി മധുരൈ സമ്മേളനത്തിൽ കൊണ്ടുവന്ന പാർട്ടി, ആ പാർട്ടിക്ക് നരേന്ദ്രമോദി എന്ന് പേരെടുത്ത് പറയാൻ ആർജവമില്ലാതെ കേരളത്തിന് പുറത്ത് 5 ഘട്ടത്തിലുള്ള തിരഞ്ഞെടുപ്പിൽ CPM-ന്റെ കേരളത്തിൽ നിന്നൊരു ഒരൊറ്റ നേതാവ് പോലും പോയി നരേന്ദ്രമോദിക്കെതിരെ തെരഞ്ഞെടുപ്പ് പോലും എതിർക്കാത്ത സമയത്ത് ഈ നാട് മുഴുവൻ ആയിരക്കണക്കിന് കിലോമീറ്റർ നടന്ന ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു പ്രക്ഷോഭത്തെ, ഒരു മൂവ്മെന്റിനെ കണ്ടെയ്നർ യാത്ര എന്ന് പറഞ്ഞ സ്വരാജാണോ മതേതരൻ? സ്വരാജാണോ മതേതരൻ? ഞങ്ങൾ മതേതരത്വ നിലപാട് യെച്ചൂരി എടുക്കുമ്പോൾ ഞങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ട്. കാരണം ഞങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആശയം മതേതരത്വമാണ്. ആ മതേതരത്വം നിങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെ ആ യാത്രക്കെതിരെ ഒരക്ഷരം മിണ്ടാതിരുന്നേനെ. നിങ്ങൾ പറഞ്ഞേനെ വെറുപ്പിനും വിദ്വേഷത്തിനുമെതിരെയുള്ള യാത്രയിലെ അത് നടന്നു പോട്ടെ എന്ന് പറഞ്ഞേനെ. പക്ഷേ നിങ്ങൾക്ക് വെറുപ്പും വിദ്വേഷം എന്ന് പറഞ്ഞപ്പോൾ അത് നിങ്ങൾക്കെതിരെയാണെന്ന് പറഞ്ഞു. അത് BJPയുടെ ആശയമാണ്. ആ BJPയുടെ ആശയത്തിൽ നിങ്ങൾ നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങളെ പിണറായിസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ സംഘപരിവാറിനോട് രാത്രിയും പകലുമില്ലാതെ ഒളിച്ചും തെളിഞ്ഞും നിങ്ങൾ സെറ്റിൽ ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങളെ പിണറായിസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. പിണറായിസ്റ്റിന്റെ കേരളത്തിൽ മാത്രമാണ് BJPയുടെ സംസ്ഥാന ഒരു മിനിറ്റ് കൂടി BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന് സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിയിൽ വന്ന് വേദിയിലിരിക്കാൻ കഴിയുന്നത്. അത് സ്റ്റാലിനിസ്റ്റോ സിദ്ധരാമയിസ്റ്റോ രേവന്തിസ്റ്റോ ആണെങ്കിൽ ആ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സർക്കാരിന്റെ പരിപാടിയിൽ വന്നിരിക്കില്ല, വിട്ടോളാൻ പറയും. അത് പറയാൻ കഴിയാത്ത കഴിവുകേടിന്റെ പേരാണ് പിണറായിസം. RSSനോട് സന്ധി ചെയ്യുന്ന രാഷ്ട്രീയത്തിന്റെ പേരാണ് പിണറായിസം. പറഞ്ഞ മറുപടി പറഞ്ഞോളൂ. അതോടൊപ്പം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ VV പ്രകാശ് പിടിക്കുന്ന 78,000 വോട്ടാണെങ്കിൽ PV അൻവർ 81,000 വോട്ടേ ഉള്ളൂ. 2000 ചില്ലുവാന വോട്ട് ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ. ആ PV അൻവറിന് കിട്ടിയ വോട്ട് അങ്ങനെ M സ്വരാജിന് കിട്ടുമോ എന്ന് ചോദിച്ചാൽ അത് UDFന്റെ വോട്ട് മാത്രമാണോ എന്നൊക്കെയുള്ള തെരഞ്ഞെടുപ്പ് അരത്തമെറ്റിക്സിലേക്ക് പോയാൽ PV അൻവർ നിൽക്കുന്നത് ഇടതുപക്ഷത്തിന് പൂർണ്ണമായി ഗുണകരമാകുമെന്ന് നമുക്ക് മൈന്യൂട്ടർത്ഥത്തിൽ പറയാൻ പറ്റില്ല കേട്ടോ ശ്രീ കെ അനിൽകുമാർ. ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയുടെ കടന്നുവരവ് ആ തെരഞ്ഞെടുപ്പിനെ ഗുണപരമായി സ്വാധീനിച്ചു എന്നുള്ളതിന് ഏറ്റവും കൃത്യമായ തെളിവാണ് M സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം. സ്വരാജ് വരുന്നതിന് മുമ്പും വന്നതിന് ശേഷവും നിലമ്പൂരും കേരള രാഷ്ട്രീയവും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്ന മാറ്റത്തിൽ ഗുണപരതയുണ്ട്. ആ ഗുണപരതയെ വോട്ടിൻ്റെ എണ്ണത്തിലുള്ള മാറ്റമായി ഗണപരതയാക്കി മാറ്റാനാണ് ഞങ്ങൾ അവിശ്രമം പണിയെടുക്കുന്നത്. ഞങ്ങളുടെ പ്രവൃത്തിക്ക്, ഞങ്ങളുടെ അധ്വാനത്തിന് ഫലം കിട്ടാനിടയുള്ള കാരണം ഈ സർക്കാർ 1500 വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകിയതിൽ എണ്ണി 9 കൊല്ലമായി എന്തെല്ലാം നടപ്പാക്കുന്നുവെന്ന് ഒരു മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. ഒരു വരി കൊണ്ട് പോലും ഞങ്ങളുടെ പ്രോഗ്രസ് കാർഡിൽ ഒരു വരി വെട്ടിക്കളയാൻ പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞില്ല, VD സതീശന് കഴിഞ്ഞില്ല. സാധാരണഗതിയിൽ ഒരു കുട്ടിക്ക് മാർക്കിടുമ്പോൾ ഒരു ചുവന്ന വര വരയ്ക്കുന്നത് പോലെ ഞങ്ങളുടെ പ്രോഗ്രസ് കാർഡിൻ്റെ 9 വർഷത്തെ ചരിത്രത്തിൽ ഒരു വരി എഴുതാനോ ഒരു വരി വെട്ടാനോ അടിവരയിടാനോ ചുവന്ന മഷി ഇടാനോ കഴിയാത്ത വിധം പ്രോഗ്രസ് കാർഡ് ജനജീവിതത്തിൻ്റെ സാക്ഷ്യപത്രമാണ്. ഇത് തുടരണോ? എന്തിന് തുടരണം? മന്ത്രിമാർക്ക് തുടരാനല്ല, ഈ ഗവൺമെൻറ്റിലെ മന്ത്രിമാർക്ക് തുടരാനല്ല ഞങ്ങൾ തുടരണമെന്ന് പറയുന്നത്. അധികാര കസേര ആർക്കെങ്കിലും തുടർന്നിരിക്കാനല്ല തുടരണമെന്ന് പറയുന്നത്. ഇവിടെ ആര്യാട് മുഹമ്മദ് ഉണ്ടായിരുന്നു, 35 കൊല്ലം MLA ആയിരുന്നു. നിലമ്പൂരിലെ ചന്തക്കുന്നിലെ വഴിക്ക് വീതിയുണ്ടോ? ആ വഴിക്ക് നിലമ്പൂരിലെ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ സ്ഥലമടക്കമുള്ള സ്ഥലങ്ങളിൽ ഇന്ന് വീതിയുള്ള നിലമ്പൂർ ഉണ്ടായത് ആരുടെ കാലത്താണ്? 35 കൊല്ലം ആര്യാടന് കഴിയാതിരുന്ന കാര്യം
9 കൊല്ലക്കാലം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിലുള്ള മന്ത്രിമാർ, മുഖ്യമന്ത്രി ഉൾപ്പെടെ നടത്തിയെന്ന് നവകേരള സദസ്സിൻ്റെ വേദിയിൽ ഇവിടുത്തെ MLA പറഞ്ഞില്ലേ? അപ്പോൾ ജനങ്ങൾ ഇതാ കാണുന്നത്. ഈ വികസനത്തിനാണ് വോട്ട്. ഇത് തുടരാൻ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്നൊരു നേതാവിനെ കിട്ടിയാൽ പിന്നെന്താണ് വേണ്ടത്? മുൻനിരയിലെ നേതാവാണ്, പിന്നെന്താണ് വേണ്ടത്? ഞങ്ങൾ കാത്തിരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു. കാത്തിരിക്കുന്നത് സ്വരാജിന് മാലയിടാൻ മാത്രമല്ല, വികസനത്തിൻ്റെ പുതിയ വെളിച്ചം ഈ നിലമ്പൂരിൽ ഉണ്ടാക്കാനാണ്. അതാണ് പറയുന്നത്. ഇനി RSSനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരിപാടിയിൽ 2000 എഴുതി വച്ചിട്ടുണ്ട്. CPM പരിപാടിയാണ് പറയുന്നത്. 2000 എഴുതി വച്ചിട്ടുണ്ട്. 1971 തലശ്ശേരിയിൽ RSS ആരംഭിച്ച വർഗീയ കലാപത്തിനെതിരെ യുദ്ധം ചെയ്തവരാണ് ഞങ്ങൾ. മാറാട് കടപ്പുറത്ത് വരയിട്ടപ്പോൾ ഓടിപ്പോകാത്തൊരു പിണറായി വിജയനെ കേട്ടിട്ടുണ്ടോ? ഞങ്ങൾ യുദ്ധം ചെയ്തവരാണ്. ആന്റണി വാലും മടക്കി പോയപ്പോൾ ഓടിപ്പോകാത്തൊരു പിണറായി വിജയൻ വരയിട്ടപ്പോൾ നീ മാറടാ എന്ന് പറഞ്ഞൊരു പിണറായി വിജയനെ കേട്ടിട്ടുണ്ടോ? ഞങ്ങൾ ഇവിടെ തലശ്ശേരി മുതൽ യുദ്ധം ചെയ്യാണ്. ആ യുദ്ധം ചെയ്ത് വന്നപ്പോൾ നിരവധി രക്തസാക്ഷികളുണ്ടായി. പ്രത്യേകമായൊരു ഘട്ടത്തിൽ ഈ ഏറ്റുമുട്ടലിൻ്റെ ഈ തലം മാറണം എന്നൊരു സമൂഹത്തിൽ ചർച്ച വന്നപ്പോൾ ആ ചർച്ചയോട് പ്രതികരിക്കുന്നത് RSSുമായി സന്ധിയല്ല. സന്ധിയായിരുന്നെങ്കിൽ K. രാധാകൃഷ്ണൻ MP ED കേസിൽ പ്രതിയാകുമോ? AC മൊയ്തീനും അതുപോലെ തന്നെ അപ്പുറത്തുള്ള സഖാവ് MM വർഗീസും ED കേസിൽ പ്രതിയാകുമോ? ഞങ്ങൾക്ക് സന്ധി ഉണ്ടായിരുന്നെങ്കിൽ ED ഉദ്യോഗസ്ഥന്മാരെ സ്റ്റിംഗ് ഓപ്പറേഷനിൽ പിടിച്ച് കേസിൽ FIRൽ പേര് ചേർക്കുമോ? ഇന്ത്യ രാജ്യത്ത് സിദ്ധരാമയ്യയ്ക്കും രേവന്ത് റെഡ്ഡിക്കും ഇല്ലാത്ത തൻ്റെ ഇടം, സിദ്ധരാമയ്യയ്ക്കും രേവന്ത് റെഡ്ഡിക്കും ഇല്ലാത്തൊരു തൻ്റെ ഇടം പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യന് ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? ഈ സർക്കാരിനുണ്ടാകുന്നതിന് കാരണം എന്താണ്? എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് ആർജവം. ഒരു മോദിയല്ല, 1000 മോദിമാർ വന്നാലും ഒരു ചുക്കും കേരളത്തിൽ ചെയ്യാൻ പോകുന്നില്ല. ഈ കേരളത്തിലെ LDFനെതിരെ, CPMനെതിരെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ വെല്ലുവിളിക്കല്ലേ? 6 ഏക്കർ അവിടെ ഒരു RSS നേതാവിനെ കൊണ്ടുവന്നപ്പോൾ അത് രാജ്ഭവനിൽ അതിനുള്ള സ്ഥലമല്ല എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രി നിങ്ങൾ കേട്ടില്ലേ? നിങ്ങൾ പത്രമൊന്നും വായിക്കുന്നില്ലേ? ഈ രാഷ്ട്രീയം നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? കൊടകര കുഴൽപ്പണ കേസിൽ 44 കോടി രൂപയുടെ കള്ളപ്പണമാണ് BJP കൈകാര്യം ചെയ്തതെന്ന് BJPയുടെ നേതാക്കന്മാരുടെ പേരുകളടക്കം കുറ്റപത്രം എഴുതി കൊടുക്കാൻ ഒരു പോലീസിന് ധൈര്യമുണ്ടായെങ്കിൽ ആ പോലീസ് RSS വൽക്കരിക്കപ്പെട്ട പോലീസല്ല എന്ന് സാമാന്യ ബോധമുള്ള ആർക്കാ മനസ്സിലാവാത്തത്? ഇന്ത്യ മുഴുവൻ ആരാധനാലയങ്ങൾ മൂടുന്നു. ആരുടേത്? മതന്യൂനപക്ഷങ്ങളുടേത്. അവിടെ വേട്ടയാടുന്ന മനുഷ്യനോടൊപ്പം ഞങ്ങളുണ്ട്. കേരളത്തിലോ? രാജസ്ഥാനിലൊരു കൊച്ചു കുഞ്ഞിനെ ചവിട്ടിക്കുന്നില്ലേ അവിടുത്തെ പോലീസ്? രാഹുൽ ഗാന്ധി പോയോ? നിങ്ങൾ പറഞ്ഞ ജോഡോ യാത്ര, രാഹുൽ ഗാന്ധി പോയോ? പ്രിയങ്ക ഗാന്ധി നിങ്ങളുടെ വയനാട്ടിലെ MP എന്താ പറഞ്ഞത്? രാമക്ഷേത്രത്തിന് കല്ലിടുന്നിടത്ത് എന്നെ വിളിച്ചില്ല. എൻ്റെ അച്ഛൻ തൊട്ട് തുടങ്ങിയ പണിയാണ്, നിങ്ങൾ എന്നെ വിളിക്കാത്തത്. ഞങ്ങൾ കുടുംബമായിട്ട് തുടങ്ങിയ പണിയാണ് ബാബരി മസ്ജിദ് പൊളിക്കലും അവിടെ പണിയലും. പറഞ്ഞത് പ്രിയങ്ക ഗാന്ധി അല്ലേ? മറന്നുപോയിട്ടുണ്ടോ? ഇതാണോ നിങ്ങളുടെ ജോഡോ? അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ നല്ല പോരാട്ടത്തിലാണ്. അടുത്ത ജൂലൈ 9 ദേശീയ പണിമുടക്കാണ്. കേരളത്തിൽ നിങ്ങളുടെ സമീപനം എന്താണ്? നിങ്ങൾ പിന്നിൽ നിന്ന് കുത്തുന്നു. അതുകൊണ്ട് കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, അൻവർ പ്രയോഗിക്കുന്ന വർഗീയതയാണ്, UDF പ്രയോഗിക്കുന്ന വർഗീയതയാണ്. BJPയുടെ നേതാവ് ഇവിടെ എന്തോ ജ്വലിക്കുന്നുണ്ടല്ലോ, കറാച്ചി തുറമുഖം അങ്ങ് പൊളിച്ചോ? ഇതാ നമ്മുടെ ഒരു സൈനിക മേധാവ് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ വിമാനം വീണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിരിക്കുകയല്ല, ഞാൻ കരയുകയാണ്. വീണ കൂടെ ഇന്ത്യയിലെ പട്ടാളക്കാരൻ മരിച്ചിട്ടുണ്ടോ? മോദി അത് മൂടി വച്ചിട്ടുണ്ടോ? അതിർത്തിയിൽ യുദ്ധമുണ്ടായാൽ യുദ്ധം അതിർത്തിയിൽ മാത്രമല്ലെന്നും ഓരോ പട്ടാളക്കാരനും, നമ്മുടെ പ്രിയ പട്ടാളക്കാരന്മാർ അവർ ശരീരത്തിൽ വെടിയേറ്റ് ഇവിടെ തിരിച്ചു വരുമെന്നും തിരിച്ചറിയാനുള്ള ബോധം വേണം. അതുകൊണ്ട് പാകിസ്ഥാനെ പരാജയപ്പെടുത്തുമ്പോൾ പരാജയപ്പെടുന്ന പാകിസ്ഥാൻ മാത്രമല്ല, 37 പേർ പകൽഗാമിൽ കൊല്ലപ്പെട്ടതിൽ മുസ്ലിങ്ങളുണ്ട്, ഒരു കുതിരക്കാരനുണ്ട്. ഞങ്ങളുടെ ടൂറിസ്റ്റുകളെ കൊല്ലരുതെന്ന് പറയുന്ന മുസ്ലിമായ കുതിരക്കാരനെ നിങ്ങൾ കേട്ടോ? ഒരു മതക്കാർ മാത്രമല്ല പാകിസ്ഥാനിൽ പഹൽഗാമിൽ കൊല്ലപ്പെട്ടത്. തിരിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ സൈനിക സംഘർഷത്തിൽ എത്ര ആൾ മരിച്ചു? കണക്കുണ്ടോ നിങ്ങളുടെ കയ്യിൽ? യുദ്ധം എന്ന് പറഞ്ഞാൽ മരിക്കും. യുദ്ധം നടന്നിട്ടില്ല. ഇന്ത്യൻ മിലിറ്ററി പറയുന്നത് എന്താണ്? വെരി ലിമിറ്റഡ് ഓപ്പറേഷൻസ്. ഞങ്ങളുടെ വെരി ലിമിറ്റഡ് ഇൻ്റർഫറൻസ്.
ഞങ്ങൾ രാജ്യതന്ത്രത്തിൽ കടന്നില്ല. ഭീകരവാദി താമസിക്കുന്നിടത്ത് മാത്രം കയറി. ഭീകരവാദി താമസിക്കുന്നത് നിന്റെ രാജ്യമാണെങ്കിൽ ആ രാജ്യം തന്നെ ഞങ്ങൾ ടാർഗറ്റായി മാറും. അതുകൊണ്ട് ഭീകരവാദിയെ താമസിപ്പിക്കരുത് എന്ന് പാകിസ്ഥാനോട് പറയുമ്പോൾ ആ പാകിസ്ഥാനോട് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന എൻ്റെ രാജ്യമാണ്. RSSന്റെ നാഗപ്പൂരിൽ നിന്നല്ല തീരുമാനമെടുത്തത്. ഇന്ത്യൻ സൈന്യം പുറപ്പെട്ടത് നാഗപ്പൂരിലെ തീരുമാനമനുസരിച്ചിട്ട്. അതുകൊണ്ട് മോഹൻ ഭഗവതിൻ്റെ വേല കയ്യിലിരിക്കട്ടെ. മതനിരപേക്ഷ ഇന്ത്യയാണ്. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട്, സ്വരാജിന്റെ നിലപാട്. ശരിയാണ്. ഓപ്പറേഷൻ സിന്ദൂർ ഏതെങ്കിലും തരത്തിൽ എം സ്വരാജ് തള്ളിപ്പറഞ്ഞില്ല. ഏതെങ്കിലും തരത്തിൽ ഭീകരവാദ വിരുദ്ധ നടപടിയെ സ്വരാജ് തള്ളിപ്പറഞ്ഞില്ല. സ്വരാജ് പറഞ്ഞ യുദ്ധത്തിനെതിരെയാണ്. അതിന് പറയാനുള്ള കാരണം ഒരു വിശ്വമാനവികതയുടെ അർത്ഥത്തിലാണ് സ്വരാജ് അത് പറഞ്ഞതും. VP, താങ്കൾ എന്തായാലും നിലമ്പൂരേക്ക് പ്രചാരണത്തിനെ പോകും. താങ്കളുടെ ഒരു BJP പ്രവർത്തനം താങ്കളോട് ചോദിക്കുകയാണ്, VPG, നമുക്ക് നമ്മുടെ കൊടി പിടിക്കുന്ന നമ്മൾക്കിടയിൽ പ്രവർത്തിച്ച ഒരു പ്രാദേശിക നേതാവ് പോലും നമുക്കിവിടെ സ്ഥാനാർത്ഥിയാക്കാനില്ലേ എന്ന് ചോദിച്ചാൽ താങ്കൾ എന്ത് മറുപടി പറയും VP? ഇത് അടിത്തട്ടിലെ നിങ്ങളുടെ സാധാരണ പാർട്ടി പ്രവർത്തകരെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും താങ്കൾ ഈ നേരത്തെ പറഞ്ഞ കരീംഗഞ്ചിലെയും കാളിഗഞ്ചിലെയും ഒക്കെ കാര്യം? ഈ കേന്ദ്ര മന്ത്രിസഭയിൽ കോൺഗ്രസ് നിന്നും മറ്റു പാർട്ടികളിൽ നിന്നും വന്ന 7 8 മന്ത്രിമാരുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് വന്നവർ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ആൾ വരുന്നുണ്ടെന്ന്. ഇപ്പോൾ എന്താ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ആൾ വരികയാണ്. ഞാൻ ചോദിക്കട്ടെ ആഷ്മി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി 34 കൊല്ലം ഭരിച്ച ബംഗാളിൽ ആ പാർട്ടി ഇന്ന് വട്ടപൂജ്യമായി. BJP അവിടെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായി 38% വോട്ടും 71 ലോക്സഭാ സീറ്റും 71 നിയമസഭാ സീറ്റും 12 ലോക്സഭാ സീറ്റും. ഇതെങ്ങനെ സംഭവിച്ചതെന്നറിയോ? ലോക്കൽ സെക്രട്ടറിമാർ, ബ്രാഞ്ച് സെക്രട്ടറിമാർ, ഏരിയ സെക്രട്ടറിമാർ, ജില്ലാ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവർ, MLA-മാർ ഉൾപ്പെടെയുള്ള CPM കാഡർ ഞങ്ങളുടെ കൂടെ വന്നിട്ടാണ്. അവർ ഞങ്ങളുടെ കൂടെ മാത്രമല്ല വന്നത്, കുറച്ച് ആൾക്കാർ തൃണമൂൽ കോൺഗ്രസിൻ്റെ കൂടെ പോയിട്ടുണ്ട്. അതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. അവർ ഞങ്ങളുടെ കൂടെ വന്നിട്ടാണ്. കോൺഗ്രസ്സുകാരൊക്കെ തൃണമൂൽ കോൺഗ്രസിലും പോയി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഞങ്ങളുടെ കൂടെ വന്നിട്ടാണ്. ഞങ്ങൾ ബംഗാളിൽ അല്ലാണ്ട് ഞങ്ങൾ BJP-ക്കാർ കല്യാണം കഴിച്ചിട്ട് കുട്ടികളുണ്ടായിട്ടല്ല ബംഗാളിൽ ഇത്ര വലിയ പാർട്ടിയായത്. CPM ഇങ്ങോട്ട് വന്നു. ത്രിപുരയിൽ എന്താ സംഭവിച്ചത്? കോൺഗ്രസ് ഒന്നായിട്ട് ഇങ്ങോട്ട് വന്നു. CPM-ൻ്റെ വലിയൊരു ശതമാനവും കോൺഗ്രസിൻ്റെ വലിയ സിംഹഭാഗവും വന്നു. അങ്ങനെയാണ് ഞങ്ങൾ വലുതായത്. ഇന്ത്യ മുഴുവൻ അങ്ങനെയാണെന്ന്, ഈ രാജ്യം മുഴുവൻ അങ്ങനെയാണ്. ഞാൻ പറയുന്നത് ഇതൊന്നല്ല നിലമ്പൂരിലെ വിഷയം. നിലമ്പൂരത്തെ ഒരു വിഷയം ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ പറഞ്ഞാലും VPG നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ നമുക്ക് സ്ഥാനാർത്ഥിയാക്കാനില്ലേ എന്നതിന് മറുപടിയാവും. ഒന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല, പിന്നെ ഞാൻ വിചാരിച്ചാൽ നിവൃത്തിയില്ല. ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ പത്രപ്രവർത്തനം നടത്താനോ, നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളെപ്പോലത്തെ ഒരു പത്രക്കാരൻ പത്രപ്രവർത്തനം നടത്താനോ, എന്നെപ്പോലത്തെ ഒരു രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനോ നിലമ്പൂർ പോയിട്ട് അങ്ങാടിയിൽ നിന്ന് നെഞ്ഞത്ത് വേദന വന്ന് കുഴഞ്ഞു വീണാൽ 60 കിലോമീറ്റർ അപ്പുറമുള്ള പെരിന്തൽമണ്ണ കൊണ്ടുപോകണം. അല്ലെങ്കിൽ ഏതാണ്ട് 80 കിലോമീറ്റർ ഇപ്പുറമുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം. അറിയോ, നിലമ്പൂർ നല്ല ഒരു ആശുപത്രി ഇല്ല. 35 കൊല്ലം ആര്യാടൻ മുഹമ്മദ് MLA-യും മന്ത്രിയുമായിരുന്ന നാടാണ്. TK ഹംസ 9 കൊല്ലം PV അൻവർ. നിങ്ങൾ ചോദിച്ചു നോക്ക്, വിഷയം സംസാരിക്കുക. BJP-യുടെ സ്ഥാനാർത്ഥി അല്ലല്ലോ ഇവിടുത്തെ വിഷയം. നിലമ്പൂർ അങ്ങാടിയിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പോയാൽ ഞാനടക്കമുള്ള ആരെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനോ താങ്കളടക്കമുള്ള ഏതെങ്കിലും ഒരു പത്രക്കാരനോ നെഞ്ഞത്ത് വേദന വന്ന് കുഴഞ്ഞു വീണ പെരിന്തൽമണ്ണ കൊണ്ടുപോകണം, അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം. എന്താ ഇതിന് പരിഹാരം? എന്താ? കോട്ടെ ആദിവാസികൾ, മുണ്ടേരി കോളനിയിൽ ആദിവാസികൾ പുഴ കടക്കുന്നത് എങ്ങനെയാ? മുള കൂട്ടിക്കെട്ടിയ ചങ്ങാടത്തിലാണ്. ഒരു നടപ്പാലം കെട്ടിക്കൊടുക്കാം. ജനസംഖ്യയിൽ 2% ഉള്ളൂ പാവങ്ങൾ. എന്നാലൊരു നടപ്പാലം കെട്ടിക്കൊടുത്തൂടെ ഇവർക്ക്? ആര്യാടൻ എത്ര വകുപ്പ് കൈകാര്യം ചെയ്തു? മുണ്ടേരി കോളനിയിൽ ആദിവാസികൾക്ക് നടപ്പാലം പോലുമില്ല. മുള കൂട്ടിക്കെട്ടിയ കുത്തിയൊലിച്ചു വരുന്ന ചാലിയാറിൻ്റെ ഒഴുക്ക് കണ്ടാൽ പേടിയാവും, തലചുറ്റും. ആ കുത്തിയൊലിച്ചു വരുന്ന ചാലിയാറിൽ മുള കൂട്ടിക്കെട്ടിയിട്ടാണ് അവർ അക്കരെ കിടക്കുന്നത്. അത് സംസാരിക്കാൻ ഇവിടെ താല്പര്യമില്ല ആൾക്കാർക്ക്. നല്ലൊരു ആശുപത്രി ഇല്ല. വേറൊരു തമാശയുണ്ട്. നിലമ്പൂർ ഒരു ഗവൺമെൻറ് കോളേജ് ഉണ്ട്, പൂച്ച പെറ്റ പോലെയാണ്. ഇക്കൊല്ലം ഒരു വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കും. അടുത്ത കൊല്ലം ജൂണായി ക്ലാസ് തുടങ്ങുമ്പോൾ ആ വാടക കെട്ട ഒഴിയേണ്ടി വന്ന പ്രിൻസിപ്പാളും മാഷന്മാരും കുട്ടികളും കൂടി പൂച്ച മക്കളെയും കൊണ്ട് പോകും പോലെ വേറൊരു വാടക കെട്ടിടത്തിലേക്ക് പോകും. ഒരു പെർമനൻറ്റ് എന്താ നിലമ്പൂർ സ്ഥലമില്ലായിട്ടാ? ഇത്രയേറെ സ്ഥലമുള്ള ഒരു സ്ഥലം വേറെ ഉണ്ടോ? ഞാൻ ഈ അടുത്ത ദിവസം അവിടെ പോയിരുന്നു. ഒരു ഗവൺമെൻറ് കോളേജിന് ഒരു 10 ഏക്കർ സ്ഥലം വാങ്ങിയിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ ഇവർ മാറി മാറി ഭരിച്ചില്ലേ? ഇവരുടെ കുത്തകയായിരുന്നില്ലേ? BJP-ക്ക് അവിടെ കിട്ടിയ മാക്സിമം 17,000 വോട്ടാണ്. ഞങ്ങളെ കൊണ്ട് ശല്യം ഉണ്ടായിരുന്നില്ലല്ലോ, ഞങ്ങൾ അവിടെ നിന്ന് ജയിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇവർക്കൊരു ഗവൺമെൻറ് കോളേജ് പൂച്ച മക്കളെ കൊണ്ടുപോകും പോലെ കൊണ്ടുപോകുന്ന സംവിധാനത്തിലേക്ക് എത്തിച്ചില്ലേ? അപ്പോൾ ഇതൊക്കെ സംസാരിക്കണം.
നിലമ്പൂരിൽ മലയോര മേഖലയിൽ കുടിവെള്ളമില്ല, വേനൽക്കാലമായ കുടിവെള്ളമില്ല. ഇതാര് സംസാരിക്കും? ഇതിനെപ്പറ്റി എന്താ സംസാരിക്കാത്തവർ? നല്ല റോഡുകളില്ല. നിലമ്പൂരിലെ കുഗ്രാമങ്ങളിലേക്ക് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണ് ഇപ്പോഴും. പോട്ടെ, അന്തർ സംസ്ഥാന ബസ് സർവീസ് ഉണ്ടോ? നിലമ്പൂർ ഡിപ്പോയിൽ അവസാനിക്കുകയാണ് KSRTC. വഴിക്കടവ്, അതുപോലെ തന്നെ കാളികാവ്, ഈ കരുള, ഈ ഭാഗത്തേക്ക് പോകുന്ന KSRTCയിലെ അന്തർ സംസ്ഥാന KSRTCയിലെ രണ്ട് സംസ്ഥാനങ്ങൾ തൊട്ടടുത്ത് കിടക്കുക. ഒന്ന് തമിഴ്നാട്, കുറച്ചങ്ങോട്ട് പോയാൽ കർണാടക, മൈസൂരിലേക്ക്, ഊട്ടിയിലേക്ക് KSRTCക്ക് ബസ്സുണ്ടോ? ഈ സംവിധാനങ്ങൾ വേണ്ടേ? ഇതൊക്കെയാണ് നിലമ്പൂർ സംസാരിക്കേണ്ടത്. അല്ലാതെ മറ്റ് കാര്യങ്ങളല്ല. അങ്ങനെ പറയണം, എനിക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് നിലമ്പൂർ റോഡ് വേണം, നിലമ്പൂരിൽ വൈദ്യുതി വേണം, നിലമ്പൂരിൽ ആദിവാസികൾക്ക് പാലം വേണം, നിലമ്പൂരിൽ നല്ലൊരു ആശുപത്രി വേണം, നിലമ്പൂരിലെ ഗവൺമെൻറ് കോളേജിന് നല്ലൊരു ബിൽഡിംഗ് വേണം, സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് വേണം. ഇതൊക്കെയാണ് സംസാരിക്കേണ്ടത്. ഇതൊക്കെയാണ് നിലമ്പൂർ ചർച്ച ചെയ്യേണ്ടത്. ചർച്ച ചെയ്താൽ ഇടതുപക്ഷവും വലതുപക്ഷവും ബുദ്ധിമുട്ടിലാവും. കാരണം അവരാണല്ലോ കാലാകാലം കൈകാര്യം ചെയ്യുന്നത്. ഞാനിന്ന് നമ്മുടെ നിലമ്പൂർ വനത്തിനകത്ത് പാട്ടക്കരിമ്പ് എന്നൊരു സ്ഥലമുണ്ട്. പാട്ടക്കരിമ്പ് ആദിവാസികൾ ധാരാളമുള്ളൊരു സ്ഥലമാണ്. അവിടെ ഒരു വിഷയം മനസ്സിലാക്കി. 3 വീട്ടിൽ കറണ്ടില്ല. അപ്പോൾ എന്താണ് കാര്യം എന്ന് മനസ്സിലാക്കി. അപ്പോൾ എന്താ പറഞ്ഞു, അവിടുത്തെ മൂപ്പൻ പറയുകയാണ്. അവിടുത്തെ മൂപ്പൻ എന്നോട് പറയുന്നത്, ശ്രീ ഗോപാലൻ എന്നോട് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, ഈ സ്ഥലത്ത് പണ്ടേ വൈദ്യുതി എത്തിച്ചതാണ്. വൈദ്യുതി എത്തിയ ശേഷം പുതുതായി 3 വീട് പണിതിട്ടുണ്ട്. അവിടേക്ക് കേബിളെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. വനത്തിനകത്തായതുകൊണ്ട് കേബിളെ കൊണ്ടുപോകാൻ പറ്റൂ. അതിന് അനുവാദം തരണം. ഇതാണ് ആവശ്യം. ഇന്ന് വനമന്ത്രിയോട് അവിടുത്തെ ജനങ്ങൾ പറഞ്ഞു. ഞാനൊരു കാര്യം പറയുകയാണ്, എവിടെ വൈദ്യുതി ഇല്ലെന്നാ? വനത്തിനകത്തുള്ള പാട്ടക്കരിമ്പ്, അമരമ്പലം പഞ്ചായത്തിലെ പാട്ടക്കരിമ്പിലെ ഒരു ആദിവാസി ഉന്നതിക്കകത്തുള്ള അനുഭവം ഞാൻ പറയുകയാണ്. ഇതാണ് യാഥാർത്ഥ്യം. എവിടെ വൈദ്യുതി ഇല്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം എവിടെയെപ്പോൾ ഉള്ളത്? ഈ ശ്രീ പത്മനാഭൻ എവിടെയെപ്പോൾ ജീവിച്ചിരിക്കുന്നത്? കേരളത്തിൽ തന്നെയാണോ? ഏത് റോഡിനെ കുറിച്ചാണ് പറയുന്നത്? കിബി പദ്ധതിയിലൂടെ നമ്മുടെ നിലമ്പൂർ കോളേജിന് പൈസ അനുവദിച്ച് നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ? കിബി പദ്ധതിയെ കുറിച്ച് ഡോക്ടർ തോമസ് ഐസക് ഒരു പോസ്റ്റ് ഇട്ട് നിങ്ങൾ കണ്ട? നിങ്ങൾ എവിടെയാ ഇപ്പോൾ ഉള്ളത്? നിങ്ങൾ പോയിരിക്കുകയാണോ? ശ്രീ പത്മനാഭൻ കേരളത്തിലേക്ക് തിരിച്ചു വരൂ. നിങ്ങൾ കേരളത്തിലേക്ക് തിരിച്ചു വരൂ. ആഗ്രഹിക്കുന്നത് വികസനത്തോട് ആര്യാടന്റെ കാലം, LDFന്റെ കാലം, 35 LDFന്റെ 9 പരസ്പരം നടന്ന കഥ പറഞ്ഞ് സിദ്ധരാമയ്യയുടെ നാട്ടിൽ പോയി സിദ്ധരാമയ്യ ഒടുക്കിയ സുരക്ഷയിലാണ് കേട്ടോ. നിങ്ങൾ ഗുണപരതയെ അത് ഗണഗീതമാക്കുന്നതാണ്. പിണറായിസം എന്ന് പറയുന്നത് ഗുണപരതയെ ഗണപരതയാക്കുന്നതല്ല, ഗണഗീതമാക്കുന്നതാണ്. ഏറ്റവും ഒടുവിൽ നമ്മുടെ ചർച്ചയിലെങ്കിലും നിലമ്പൂരെ വികസന പ്രശ്നങ്ങൾ ചർച്ചയായി. പക്ഷേ വരും ദിവസങ്ങളിൽ നിലമ്പൂരെ വികസന പ്രശ്നങ്ങളൊക്കെ ചർച്ചയാവുമെന്ന് കാത്തിരുന്ന് കാണാം. നമുക്ക് പാലക്കാട് അങ്ങനെ ഏതെങ്കിലും വികസന പ്രശ്നങ്ങൾ ചർച്ചയായി കണ്ടില്ല. ഹാർഡ് കോർ രാഷ്ട്രീയമാണ് ചർച്ചയാവുക സാധാരണ. അത് നിലമ്പൂർ മാറ്റം ഉണ്ടാവാൻ ഇടയില്ല. അതല്ല വികസന പ്രശ്നങ്ങൾ ഇടകേറി ചർച്ചയാവുന്നെങ്കിൽ നല്ലത്. നമുക്ക് വീണ്ടും ഇരിക്കാം. എൻകൗണ്ടർ പൂർണ്ണമാവുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.